ചിലവർക്ക് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത്. ബട്ട് സാറിന്റെ ക്ലാസ്സിൽ മാത്രമാണ് ഇങ്ങനെ സൗണ്ടിന്റെ ഇഷ്യൂ വരുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള ക്ലാസ്സസിലൊക്കെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി സാറിന്റെ മൈക്ക് കുറച്ചുകൂടെ അടുത്ത് പിടിച്ചാൽ കുറച്ചുകൂടെ നന്നായി കേൾക്കുന്നു. മൈക്ക് ഒന്ന് അടുത്താക്കിയാൽ മതി സാർ. മൈക്ക് അടുത്താക്കിയാൽ കേൾക്കും. എന്താ മൈക്ക് ഒന്ന് അടുത്താക്കിയാൽ മതി. ഹെഡ്സെറ്റില്ല മൈക്ക് അതൊന്ന് ജസ്റ്റ് ഇതിപ്പോ മാക്സിമം അടുത്തെന്നുള്ള രീതി തന്നെയാണ്. സാർ അടുത്ത് പറയുമ്പോ കേൾക്കുന്നുണ്ട് സാർ നന്നായിട്ട്. ഓക്കെ, നൗ ഇപ്പോഴുള്ള കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നു. കുറച്ച് നേരത്തേനേക്കാളും കുറച്ചുകൂടെ കേൾക്കാനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നത്. ഓക്കെ ഫൈൻ. സോ ഈ രീതിയിൽ once we have discussed the areas and the prominent areas which we focus on international relations with another country, what we have to see is foreign relations starting from Nehruvian era to Narendra Modi's era. Okay, അപ്പോൾ ജസ്റ്റ് അതും മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നല്ലതാണ്. ഓക്കെ, സോ നോക്കോളൂ, 1952 when the former Prime Minister Nehru began his career as a Prime Minister of India, when he took in the oath of Prime Minister, he was a known like national leader. Okay, national and international scenario he was very well known. So he used to travel to Russia. Okay, with other countries also he had a fame. Okay, എല്ലാ കൺട്രിയുമായിട്ട് he taught in an aspect that India is a growing superpower. ആ രീതിയിൽ കാണിച്ച സമയത്ത് നെഹ്റുവിന്റെ കാലത്ത് ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ സ്റ്റാൻസ് ഉള്ള ഇന്ത്യ എന്താണെന്ന് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ്. സോ നാം എന്നൊരു സംഘടന കൊണ്ടുവന്നു. വെൻ US ആൻഡ് റഷ്യ വേർ ഓൺ ദ ഔട്ട്സ്കേർട്സ് ആൻഡ് ദേ വോണ്ടഡ് എ വാർ, ഒരു കോൾഡ് വാറിന്റെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് നാം എന്ന സംഘടന കൊണ്ടുവന്ന് ഇന്ത്യ എന്താണ് മറ്റുള്ള രാജ്യങ്ങളും ന്യൂട്രലായിട്ട് നിൽക്കും എന്ന രീതിയിൽ ഇന്ത്യയുടെ ശക്തി അവിടെ കാണിച്ചു കൊടുത്തു. ഓക്കെ, ദെൻ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ നമുക്ക് പഞ്ചശീൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിനൊരു തുടക്കം എന്നുള്ള രീതിയിൽ പറയാം. വേരിയസ് അതർ കൺട്രീസുമായിട്ടുള്ള ചെറിയ ചെറിയ അസോസിയേഷൻ, ആഫ്രിക്ക, ഇങ്ങനെയുള്ള ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഇന്ത്യക്ക് ഗെയിൻ ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നെഹ്റു. ഓക്കെ, UN എല്ലാം ഏകദേശം അതേ കാലത്ത് പഞ്ചശീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയും ഇന്ത്യയുമായിട്ട് 5 മേഖലകളിൽ ധാരണ ഉണ്ടാക്കിയതാണ്. ദാറ്റ് ഈസ് വാർ എന്നൊരു സിറ്റുവേഷൻ വരാതെ അഗ്രഷൻ കുറയ്ക്കാനായി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കോഓപ്പറേഷൻ ആണ് അത് അഗ്രിമെന്റ് പഞ്ചശീൽ. നോൺ അഗ്രഷൻ ഉണ്ടാവില്ല, ഇന്റേണൽ ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല, വാർ ഉണ്ടാവില്ല, പീസ് ടോക്സിൽ പോവും. Each one will respect his borders of the country. It will not interfere in the internal matters of the country. Okay, ഈ കാര്യങ്ങളാണ് പഞ്ചശീലിൽ പറയപ്പെടുന്നത്. സോ വാർ ഉണ്ടായ സമയത്ത് അതിനുള്ള ഒരു അക്കോർഡ് വന്നു. അതിനു മുമ്പ് ഏകദേശം നെഹ്റു UN-ലേക്ക് എല്ലാം സിനാരിയോ കൊണ്ടുവന്നപ്പോൾ വി ഡിഡ് ഫീൽ ദാറ്റ് വി ആർ ഗെയിനിങ് എ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ബട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഫോറിൻ റിലേഷനെ സംബന്ധിച്ചോളം നോർത്ത് ഈസ്റ്റിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയത് നല്ലതാണോ എന്ന് വീണ്ടും നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കശ്മീർ ഇഷ്യൂവിനെ UN-ലേക്ക് ഡ്രാഗ് ചെയ്തത് നെഹ്റു ആണ്. ഓക്കെ, സോ അതില്ലായിരുന്നുണ്ടെങ്കിൽ മേ ബി വി കുഡ് ഹാവ് റിസോൾവ്ഡ് ഇറ്റ് ബൈ അവർ ഓൺ. ആ ഒരു ആശയം നിലനിൽക്കുന്നു. ഓക്കെ, ദെൻ ഈ നോർത്ത് ഈസ്റ്റിന്റെ ഭാഗമാക്കിയ സമയത്ത് നോർത്ത് ഈസ്റ്റിന്റെ കുറെ രാജ്യങ്ങൾ അണ്ടർ ഡെവലപ്മെന്റ് സിറ്റുവേഷനിൽ തന്നെയാണ്. കുറേയൊക്കെ ഇമ്പ്രൂവ് ആയി, കുറെ എണ്ണം ഇമ്പ്രൂവ് ആയിട്ടില്ല. ബട്ട് അതിനെ ഭാഗമാക്കിയത് കൊണ്ട് ചൈനയുമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറേയൊക്കെ സോൾവ് ചെയ്ത് അരുണാചൽ പ്രദേശിൽ വരെ എത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് നേട്ടം? വി ആർ സ്പെൻഡിങ് എ ലോട്ട് ഓൺ ദിസ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ബിക്കോസ് ഓൺലി നെഹ്റു അവിടെ ഫോർസ് ചെയ്ത് സെക്യൂരിറ്റി ആസ്പെക്റ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് തിങ് അഗെയിൻ ദെൻ കശ്മീർ ഇഷ്യൂ അതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യം എന്തായിരുന്നു? ചൈനയുമായിട്ട് വളരെ ഫ്രണ്ട്ലി റിലേഷൻസിലേക്ക് പോയി വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് കൺട്രി.
UN സെക്യൂരിറ്റി കൗൺസിലിൽ നമുക്ക് അംഗത്വം കിട്ടിയപ്പോൾ അത് വേണ്ട, ചൈനയ്ക്ക് കൊടുക്കാമെന്ന നിലപാടെടുത്ത ആ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, കശ്മീരിൽ ഹിന്ദു പണ്ഡിറ്റ്സിന്റെ കാര്യത്തിലെടുത്ത ഇടപാട്. ഓക്കെ, സോ അങ്ങനെയുള്ള കുറെ ഫോർഫ്രണ്ട്സിൽ നോക്കുന്ന സമയത്ത് there were certain drawbacks with our former prime minister, but ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു അക്ലെയിം കിട്ടാൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഹിസ് ഡോട്ടർ ഇന്ദിരാഗാന്ധിയുടെ സമയം വന്നു കഴിഞ്ഞാലും കുറച്ച് നമുക്ക് കാണാം ചൈനയും ഇവരുമായിട്ടുള്ള ഇഷ്യൂസ്, ദെൻ ബംഗ്ലാദേശുമായിട്ടുള്ള ഇഷ്യൂസ് അവരുടെ കാലഘട്ടത്തിലാണ് കൂടുതലും വന്നത്. അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് അടിച്ചമർത്താൻ അവർക്ക് സാധിച്ചു. നൈബർഹുഡ് ആയിട്ടുള്ള റിലേഷൻസ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ അവരുടെ കാലഘട്ടത്തിൽ സഹായമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും ചൈനയുമായിട്ടുള്ള ഇഷ്യൂസിന് ഒരു മ്യൂച്വൽ ടോക്സിലൂടെയുള്ള ഒരു അഗ്രിമെന്റിലേക്ക് പോസിബിലിറ്റി വന്നു. ശ്രീലങ്കൻ ഇഷ്യൂ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് നൈബർഹുഡുമായിട്ട് ശ്രീലങ്കയുമായിട്ടുള്ള നമുക്കൊരു അറ്റാച്ച്മെന്റ് കൂടുകയും ചെയ്തു. അതേമാതിരി വീണ്ടും എൻസ്ട്രെയിൻഡ് ആവാനും കാരണമായി, ബിക്കോസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വാസ് കിൽഡ് ഇൻ ശ്രീലങ്ക. ദെൻ PM Modi was the first prime minister to ever visit that country. Okay, after Rajiv Gandhi was assassinated. സോ ആ ഒരു കാലഘട്ടങ്ങൾ എല്ലാം കഴിഞ്ഞു പോയാൽ ദെൻ സേ നരസിംഹറാവു ഗവൺമെന്റ് ഉള്ള സമയത്ത്, ഓക്കെ, വെൻ ഗുജറാൾ വാസ് ദ ഫോറിൻ മിനിസ്റ്റർ. ഓക്കെ, ഈ കാലഘട്ടത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ US ആയിട്ട് കൂടുതൽ അടുത്തു, P5 നേഷൻസ് ആയിട്ടൊക്കെ എല്ലാം കൂടുതൽ ധാരണകളായി, നൈബർഹുഡ് റിലേഷൻസ് കൂടുതൽ ശക്തിപ്പെടുത്തി. ഓക്കെ, സോ അറ്റ് ദിസ് ടൈം വി ആർ ഫ്ലറിഷിംഗ് ലൈക്ക് എനിത്തിങ്. അതിനുശേഷം ഒരു US ഇന്ത്യ ന്യൂക്ലിയർ ഡീൽ എന്നുള്ളൊരു ആസ്പെക്ട് വന്നതിന് ശേഷം വി സീ ദാറ്റ് when Prime Minister Narendra Modi came into fore, okay, our fame as a country, our decisions that we make, the stance we take in various issues is nationally and internationally acclaimed by the international organizations. Okay, ഇപ്പോൾ ഏത് കാലഘട്ടത്തിലും ഇല്ലാത്ത അത്രയും റീജിയണൽ കോഓപ്പറേഷൻസിൽ ഇന്ത്യ ഭാഗമാവുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഏരിയ ദാറ്റ് വി ആർ ഫോക്കസിങ് ഓൺ. ഡിഫൻസ് ടൈസ് എന്നുള്ള രീതിയിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള അലയൻസസും ടെക്നോളജിക്കൽ വൈസും നമ്മൾ പോകുന്ന സമയത്തും നമ്മൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ വഴി കുറെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലേക്ക് പോകുന്നു. ഓക്കെ, ഇന്ത്യ ഈസ് അട്രാക്ടിങ് മെനി കൺട്രീസ് അറൌണ്ട് ദ വേൾഡ് ടു കം ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ അതിനുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഇന്ത്യ, ആ ഒരു കാര്യത്തിൽ കൂടുതൽ പ്രോമിനൻസ് ആര് കൊടുക്കാൻ തുടങ്ങി? മോദിയുടെ ഗവൺമെന്റ് കൊടുക്കാൻ തുടങ്ങി. ദെൻ റെസ്ട്രിക്ഷൻസ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സിൽ കുറെ റെഗുലേഷൻസ് കുറച്ചു. ഓക്കെ, GST മാത്രമാണ് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്തത് വെദർ ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ്. ബട്ട് ആ രീതിയിൽ ഇന്റർനാഷണൽ ഫെയിം, UN നമ്മൾ പോകുമ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള എതിർപ്പുകൾ ഇന്ത്യയുടെ നിലപാട് കൂടുതൽ ഉറ്റുനോക്കുന്നു. വെൻ വി അറ്റാക്ക് പാകിസ്ഥാൻ as well, we made it clear to other countries beforehand what stance does India take in this issue. ആ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടു പറഞ്ഞു. അഭിനന്ദും മറ്റുള്ള കേസുകളും വന്നപ്പോൾ ഇന്ത്യസ് പവർ ആസ് എ കൺട്രി വാസ് ഷോൺ ടു അതർ കൺട്രീസ്, ലൈക്ക് if Pakistan takes this stance, then what we are going to take from our side. Okay, Kulbhushan Yadavinte കേസിൽ വന്നപ്പോൾ India's strength as a nation was forecasted. So ആ രീതിയിൽ then pharmaceutical industry, technological wise, okay, we are striving ahead and we are becoming partners in various defense agreements, MTCR, Wassenaar arrangement, Australia group, all this happened during this regime. So internationally we are making lot of agreements with other countries. Internationally we are growing on all the areas. Renewable energy resource കുറെ രാജ്യങ്ങളായിട്ടുള്ള ഒരു ടൈഅപ്സിൽ ധാരണയിൽ കൊണ്ടുവന്നത് ഇന്ത്യ എന്നൊരു രാജ്യമാണ്. ദാറ്റ് ഈസ് സേ എന്താ നമ്മൾ പറയാ, ഫ്രാൻസും ഇന്ത്യയുമായിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ ഉണ്ടാക്കിയ അഗ്രിമെന്റ് ഏതാ? ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അതിൽ നമ്മൾ ഏറ്റവും വലിയ മുൻകൈ എടുത്തു എന്നുള്ളതാണ്. ഓക്കെ,
നേപ്പാളുമായിട്ട് അവർക്ക് എർത്ത് കേക്ക് വരുന്ന സമയത്ത് ചൈനയും ഇടപെടുന്നതിന് മുമ്പ് നമ്മൾ ഇടപെടുന്നു. ഓരോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ടെററിസം റിലേറ്റഡ് ആസ്പെക്ട്സ് വരുന്ന സമയത്ത് വി ആർ ദെയർ ഇൻ ദ ഫോർ ഫ്രണ്ട് ഓഫ് ഓൾ അതർ കൺട്രീസ്. സോ ഈ കാര്യങ്ങളിൽ അതർ കൺട്രീസ് ആർ ഓവർലുക്കിംഗ് അസ്. സോ ദാറ്റ് ഹാസ് ബീൻ ദ നാഷണൽ ഇമ്പോർട്ടൻസ് ദാറ്റ് വി ആർ ഗെയിൻഡ് ഡ്യൂറിങ് this era of Modian regime. So starting from Nehru to this regime, just critically analyze what international changes have happened in all the areas when it is particularly concerned with a country called India. Okay, അപ്പോൾ അതിന് നിങ്ങൾ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, യു ഗെറ്റ് എ ബുക്ക് ഫ്രം നെഹ്റുവിയൻ ടു മോദിയൻ എറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ഫോറിൻ പോളിസി. പെൻഗ്വിൻ ബുക്സ് ആണെന്ന് തോന്നുന്നു. കോപ്പിറൈറ്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. മേ ബി ഇഫ് യു ക്യാൻ ഗെറ്റ് ദാറ്റ് യു ക്യാൻ ബൈ. ഓക്കെ, ദാറ്റ് വുഡ് ബി ഗുഡ് ഇനഫ്. പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഫോറിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എങ്കിൽ നെഹ്റുവിന്റെ ബുക്ക് ഉണ്ടല്ലോ, ഏതാണ്, ലെറ്റേഴ്സ് ടു ഹിസ് ഡോട്ടർ എന്നുള്ള രീതിയിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിൽ അദ്ദേഹം രചിച്ച പുസ്തകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ we'll get a brief picture of what the world was at that time and how we tried to involve with, and how Indians like understood the foreign aspect of all the countries taken together at that time. നെഹ്റുവിന്റെ ആ കാഴ്ചപ്പാട് വളരെ വലുതാണ്. സോ ആ രണ്ടൊരു ആസ്പെക്ട് if you want to know, you can go with this book, Discovery of India. And Shashi Tharoor's Pax Indica would also help you to some extent. And this Nehruvian era to Modian era pustakam, if you go through with the same, then that is also going to help you. Okay, now we will have a short break. We'll come at around 11:25. Okay, then we'll start with principles of India's foreign policy.
ഇവിടെ A4 സൈസ് പേപ്പർ കിട്ടാൻ വല്ല വഴിയുണ്ടോ? A4 സൈസ് പേപ്പർ ഉണ്ടാക്കുക. A4 സൈസ് പേപ്പർ കിട്ടാൻ വല്ല വഴി? കിട്ടില്ലെന്നു ഞാൻ വരച്ചു കൊടുക്കണമെന്നില്ല. ഇപ്പോ ഞാൻ പറയുന്ന മാക്സിമം ഇതില് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? യെസ് സർ, നല്ല സൗണ്ടിൽ കേൾക്കാനുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ മൈക്ക് എടുത്ത് ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ കടക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി ആണ്. പിന്നീട് നമ്മൾ ഒബ്ജക്റ്റീവ്സിലോട്ട് പോകും. അതിൻ്റെ ഇടയിൽ വി വിൽ ഡിസ്കസ് ഗുജറാൾ ഡോക്ട്രിൻ, സെൻട്രൽ ഏഷ്യൻ പോളിസി, ന്യൂക്ലിയർ ഡോക്ട്രിൻ ഓഫ് ഇന്ത്യ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇടയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ലെറ്റ് us go on with the principles. ഞാൻ പറഞ്ഞു why a country called India is always focusing on certain principles. അത് നമുക്ക് ഒരിക്കലും വ്യതിചലിക്കാൻ പറ്റില്ല. We said like we will go on with any country with a cordial relation, but we will not foresee our principles for that matter. ആ principles എന്താണ്? അതൊന്നും ഒരിക്കലും നമുക്ക് വ്യതിചലിക്കാൻ പറ്റില്ല. We won't change. Okay, അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ then India as a nation would lose its focus.
Okay, its dignity. That is why we have decided that this should be our principles when we go on with friendly relations with other countries. Okay, so one by one we will discuss the same. So first is, of course, എന്താണ് DPSP യിൽ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട് പ്രൊമോഷൻ ഓഫ് വേൾഡ് പീസ് 52A എന്നുള്ള രീതിയിൽ പറയാറുണ്ട് promotion of world peace. Now, how can we say that we are a country which is always focusing on world peace and we always want to have world peace around the world? Okay, ഇതിനുള്ള എക്സാമ്പിൾസ് ഒക്കെ എന്തൊക്കെയാണ്? അപ്പൊ അതിന്റെ 2-3 നമുക്ക് പിന്നീടും താഴെ കാണും. അപ്പോൾ what India says by the same is we are a country which will have an independent stance. Okay, which will always protect its core national interest. We won't foresee that. Okay, then we are not a nation which is going for imperialism, colonialism for that matter. Okay, then anything which comes into our periphery, that is international issues, we will go for international arbitration court or settlement. Okay, we won't go for a war for that instance. Okay, then we are a nation which always obliges international treaties and say conventions. ഇപ്പൊ നമ്മൾ പറയുന്നു പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റ് എന്നുള്ള രീതിയിൽ ഇന്ത്യ സെഡ് ദാറ്റ് we have our own intended nationally determined policy. അവരുടെ 2 ഡിഗ്രി സെൽഷ്യസിന്റെ കീഴിൽ തന്നെ കാർബണിന്റെ പെറിഫറി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഒപ്പം തന്നെ ഓൾമോസ്റ്റ് 40% ഓഫ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ഇന്ത്യ ഉപയോഗിക്കും എന്ന് ഇന്ത്യ പറഞ്ഞു. അതേമാതിരി തന്നെ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഭാഗമാവുന്ന സമയത്ത് ഇന്ത്യയിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കാതിരിക്കാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വയ്ക്കുന്നു. അതിന്റെ പോളിസീസ്, ട്രീറ്റീസ്, ഒബ്ലിഗേഷൻസ് എന്താണോ അത് തന്നെ നമ്മളെല്ലാ തരത്തിലും സ്വീകരിച്ച് അതേ നിലപാടിൽ മുന്നോട്ട് പോകും. സോറി. ഓക്കെ, ഹ്യൂമൻ വയലേഷൻസ് ഉണ്ടാതെ നോക്കേണ്ട ആവശ്യം നമുക്കുണ്ട് എന്ന് പറയുന്നു. ഇന്റർനാഷണൽ റെഫ്യൂജീസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ UNHCRന്റെ പോയിന്റ് ആണ് എപ്പോഴും നോക്കാറുള്ളത്. ഓക്കെ, കൺവെൻഷൻ ഓഫ് സീസ്, ഇറ്റാലിയൻ മറൈനേഴ്സിന്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് കോണ്ടിനെന്റൽ ഷെൽഫ്, കോണ്ടിനെന്റൽ ഡ്രാഫ്റ്റ്. ഓക്കെ, നമ്മൾ ഇന്റർനാഷണൽ ഓഷ്യാനിക് കൺവെൻഷൻ ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് എത്ര നോട്ടിക്കൽ മൈൽസ് അവൈലബിൾ ആണോ അതിന്റെ പെറിഫറിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതിനെ ലംഘനം ചെയ്യുന്ന സമയത്ത് നമ്മൾ കേസുകൾ ടേക്കപ്പ് ചെയ്യും. ഓക്കെ, ദെൻ MTCR, വാസ്നർ അറേഞ്ച്മെന്റ്, ഇതൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പറയുന്നു നമ്മൾ എന്തിനാണ് ന്യൂക്ലിയർ മെറ്റീരിയൽസ് അമാസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അത്രത്തോളം അമാസ് ചെയ്യുന്നില്ല, നമ്മുടെ ഡിഫൻസ് പർപ്പസസിന് മാത്രമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് ഇൻസ്പെക്ഷന് കൊടുക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ഒബ്ലിഗേഷൻസിനെ ഒബ്ലിജ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. UN നോൺ പെർമനന്റ് മെമ്പറിൽ ഏറ്റവും പ്രമുഖ സാന്നിധ്യമാണ് ഇന്ത്യ. അപ്പോഴും we have our own say in various international issues. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇന്ത്യയുടെ ആ ഒരു നിലപാടിനെയാണ് കാണിക്കുന്നത്. ദാറ്റ് ഈ ഒരു ട്രീറ്റിയുടെ ഭാഗമാകുമ്പോഴും വേറൊരു രാജ്യത്തിന്റെ എതിരെ വാറിന് പോവാതിരിക്കുമ്പോഴും എല്ലാം we show that we are a peace loving nation. Okay, at the very large at the very last instance, when a country tries to attack us, then only we will go for a nuclear search. That is, if that country is using nuclear search only. Okay, so allade India is not a country which is always trying to go and attack another country. We are always a free peace loving nation for that instance. അതാണ് ആ ഫസ്റ്റ് പോയിന്റിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു കാര്യം. ഓക്കെ, ദെൻ ആന്റി കൊളോണിയലിസം. അപ്പൊ നമുക്കറിയാം, starting if you are going through the world history chapters, you come to know about triple alliance, triple entity, world axis powers, Britain, Russia, okay, Germany, France, various colonial powers around the world submerged weaker nations and they made them as colonies. Okay, they made
these weaker countries their colonies and extracted all the things which were available over there and also imbibed their culture into these colonies as well. ഇപ്പൊ ആഫ്രിക്കയിൽ കുറെ അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നവരെ കാണാം. ഓക്കെ, ചില ഭാഗങ്ങളിൽ ക്രിസ്ത്യാനിറ്റി വളരെ കൂടുതലാണ്. ഇതെല്ലാം കാണിക്കുന്ന അവിടുത്തെ ഇൻഫ്ലക്സ് ആണ്, ഇൻഫ്ലക്സ് ഓഫ് എ കൾച്ചർ that they have brought into their colonies. So ഈ രീതിയിൽ when this colonialism was going on, India was also a major colonial area of the Britishers. But sooner or later, when the national struggle for independence happened in various weaker nations, India also brought in freedom struggles in their own country and liberated from the clutches of Britishers. We said like a country dominating other country, because a country might be military wise a powerful country, financially very sound country, but because of this aspect, if they are trying to indulge in the matters of other country, it is not wise, it is not good enough. So a country like India never supports that. A country should be developing in its own periphery by its own virtue rather than taking in the influence or or influencing another country for that matter for their own benefits. That is not a policy of India. That is what we are focusing on, anti-colonialism. ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ Pakistan says like when it comes to Jammu and Kashmir, other issues, we are a colonialist nation, but we always say that it has been a part of India, and because of various reasons, some of the part were taken by other powers around the world, Pakistan and China. അല്ലാന്നുണ്ടെങ്കിൽ are we going to another country and taking their territories? Rather, we are giving our own territories to another countries. That is, ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് ലാൻഡ് ബോർഡർ അഗ്രിമെന്റിൽ ചെയ്തത്. 101 എൻക്ലേവ്സ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, so accordingly, where we have to put in strength, we put that strength into force. Otherwise, where we have to foresee that give a relaxation, we give a relaxation for the same. So India എപ്പോഴും പറയുന്ന അതാണ്, we will develop ourselves in our own periphery rather than indulging another country or weakening dominating another country for our own benefits. ആ ഒരു പോളിസി ഇന്ത്യ ഒരിക്കലും അഡ്ഹർ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ആന്റി കൊളോണിയലിസം. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചൈന കാണിക്കുന്നുണ്ട് നിയോ കൊളോണിയലിസം എന്നുള്ള രീതിയിൽ, സൗത്ത് ചൈന സീയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, റഷ്യ യുക്രൈനിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചില രാജ്യങ്ങൾ വേറെ രാജ്യങ്ങളെ സ്വന്തം അധീനതയിലാക്കി അവിടുത്തെ ഭാഗങ്ങളെ അവിടുത്തെ മിനറൽസോ എക്സ്ട്രാക്ട്സോ എന്താണ് അവർ കാണുന്നത് അതിനെ ഉപയോഗപ്പെടുത്തി സ്വന്തം ബെനിഫിറ്റിന് ഉപയോഗിക്കുക എന്നുള്ള ഒരു പോളിസിയാണ് അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പവർ കൂടുതലായിട്ട് കാണിക്കണം. സോ അതിൻ്റെയും എതിരാണ് ഇന്ത്യ. അഗെയിൻ അതിലൊരു ന്യൂട്രൽ സ്റ്റാൻസ് ഇന്ത്യ എപ്പോഴും കൈക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ആന്റി റേഷ്യലിസം. ഇപ്പൊ നമ്മളറിയാം റേഷ്യലിസം എന്ന് പറയുന്ന വർണ്ണ വിവേചനമാണ്. ഓക്കെ, ഒരാളുടെ കളർ കൊണ്ട് ഒരിക്കലും നമുക്ക് താരതമ്യപ്പെടുത്താനോ അല്ലെങ്കിൽ മോശമാണോ നല്ലതാണോ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് he has his own virtues. ഏറ്റവും ഗുഡ് അത്ലീറ്റ്സ് ആർ ബ്ലാക്കിഷ് in nature, like our black athletes ആണ്. മാരത്തോൺ റേസസിൽ വിജയിക്കുന്ന കൂടുതലും ആഫ്രിക്കൻ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്. ഓക്കെ, marathon walkers and the sprinters, they are all from this background. They are blackish in nature. But മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ഒബാമ നോക്കുകയാണ്, അല്ലെങ്കിൽ മാർട്ടിൻ ലൂഥർ കിങ് നോക്കുകയാണ്, ഓക്കെ, നെൽസൺ മണ്ടേല, they are all well renowned leaders for that matter, but they were blackish in nature എന്ന് പറയുമ്പോൾ that doesn't say that they were weaker or they were good for nothing. So India says that such a policy where a person is discriminated on the virtue of his color shouldn't be a policy for the nation. It should be opposed at all matters. ആ രീതിയിൽ അതിനും തുടക്കം കുറിച്ചത് അവർ ഓൺ ഫാദർ ഓഫ് നേഷൻ മഹാത്മാഗാന്ധി ആയിരുന്നു. മാർട്ടിൻ ലൂഥർ കിങ് അതിനെ ഒബ്ലിജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബാമ, വലിയ നെൽസൺ മണ്ടേല പോലുള്ള ലീഡേഴ്സ് ഇപ്പോഴും അതിന് ഇന്ത്യയെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, സോ
he was also a victim of apartheid for that matter. So that is why we always say that it is against our policy to suppress a person on virtue of his color. Okay, സോ ആന്റി റേഷ്യലിസത്തിന്റെ എതിരാണ് എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നു. ഇപ്പൊ കളർ മാത്രം എന്നാവണമെന്നില്ല. സേ വൺറബിൾ സെക്ഷൻസ് എന്നുള്ള ഒരു പീപ്പിളാണ്. ഓക്കെ, വളരെ ഡ്രൗൺ ട്രോഡൻ പീപ്പിളാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയും ആ ഒരു പോളിസിയിലാക്കി പല പല രാജ്യങ്ങൾ ഉന്തി തള്ളി വിടുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്നു മ്യാൻമാറിൽ റോഹിംഗ്യാസ്, ഓക്കെ, ഇന്റർനാഷണൽ റെഫ്യൂജീസ് ആയിട്ട് വാർ വിക്ടിംസ് ആയിട്ട് ചിലവർ പോകുന്നുണ്ട്. അങ്ങനെ വരുന്നവരെയൊക്കെ ആ രീതിയിൽ തരം താഴ്ത്താൻ ഇന്ത്യ ഒരിക്കലും ശ്രമിക്കാറില്ല. ഏറ്റവും വലിയ റെസിപ്പിയന്റ് ആണ് ഇന്റർനാഷണൽ റെഫ്യൂജീസിന്റെ. ബട്ട് നമ്മുടേതായിട്ടുള്ള കൺസ്ട്രെയിന്റ് ഇപ്പൊ നമുക്കുണ്ട്. ബിക്കോസ് 101 എൻക്ലേവ് വിട്ട് ബംഗ്ലാദേശിന് അത്ര റെഫ്യൂജീസ് എടുക്കുന്ന സമയത്തും മോർ റെഫ്യൂജീസിനെ എടുത്തു കഴിഞ്ഞാൽ ദെൻ വി ഡോണ്ട് ഹാവ് ദാറ്റ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഓർ ദ റിസോഴ്സസ് ടു സപ്പോർട്ട് ദം. ഓക്കെ, സോ അതുകൊണ്ടാണ് പലപ്പോഴും ആ ഒരു രീതിയിൽ ഇന്ത്യ നിലപാട് കൈക്കൊള്ളുന്നത്. നോട്ട് ദാറ്റ് വി ആർ അലൗവിങ് അതർ പേഴ്സൺസ് ടു കം ആൻഡ് റിസൈഡ് ഇൻ ഇന്ത്യ. നമ്മൾ ഇന്റർനാഷണൽ റൈറ്റേഴ്സ്, റിനോൺ പോയിറ്റ്സ്, ഇവർക്കൊക്കെ അഭയം കൊടുക്കാറുണ്ട്. ദലൈ ലാമ പോലുള്ള ഒരു വ്യക്തിക്ക് അഭയം കൊടുക്കാറുണ്ട്. നമ്മുടെ സിറ്റിസൺഷിപ്പ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഓൾ ഷോസ് അവർ വാല്യൂ ദാറ്റ് വി ആർ ഓൾവേസ് കൺസേൺഡ് ഓൺ ദ വെർച്യൂ ഓഫ് എ പേഴ്സൺ റാദർ ദാൻ ഹിസ് കളർ ഓർ ക്രീഡ്. ഓക്കെ, ദെൻ ഇതായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഫോറിൻ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നത് നോൺ അലൈൻമെന്റ്. ഓക്കെ, നാം എന്നൊരു സംഘടന, ജവഹർലാൽ നെഹ്റു, ഈജിപ്തിന്റെ നാസർ, സുകോർണോഫ് ഇന്തോനേഷ്യ, these three persons were the forefront runners who brought this alliance into form. By forming this, we said like there are two major forces around the world. One is USA and another one is USSR. So both had two different policies of their own. One is a capitalist monopoly and another is a communist monopoly. So by saying that, they try to divide the world, saying that who are supporting communist policies, who are like favoring capitalist policy, they can be in our side. And they were trying to create a divide among the whole of the nations taken together. At that stance, when India was also asked the same, India said that we are a neutral country for that matter, who has a neutral stance in this. We say that we are not supporting either a communist or a capitalist. We are an egalitarian society that aspect both things together. Okay, we can't be favoring one single policy alone. ഓക്കെ, ഒരു ഇഗാലിറ്റേറിയൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സ്ട്രോങ്ങറും വീക്കറും ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായിട്ട് മാറാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊരു നിലപാട് കൈക്കൊണ്ടു. ആൻഡ് സെഡ് ദാറ്റ് നോ അതർ കൺട്രി ക്യാൻ ഫോഴ്സ് us ടു കം ഇൻ ടു എ മിലിറ്ററി ബ്ലോക്ക്. അതിലും നമുക്ക് ഫോഴ്സ് ചെയ്യാൻ നമ്മളെ പാടില്ല എന്ന് പറഞ്ഞു. ഈ പറയുന്ന മിലിറ്ററി ബ്ലോക്സും കാര്യങ്ങളും വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ പറഞ്ഞത് ന്യൂക്ലിയർ വെപ്പൺസിന്റെ അമാസ്മെന്റും വാറിനുള്ള ആശയങ്ങളിലും കൂടുതലും പുറകോട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിരിക്കും ഇന്ത്യ. ഇന്ത്യ ഡസൻറ്റ് ഫോർസീ ദിസ് തിങ്സ് ടു ഹാപ്പൻ. വി ആർ നോട്ട് എ നേഷൻ വിച്ച് വാണ്ട്സ് ടു ഫോസ്റ്റർ ദ development of more and more nuclear weapons or amassment of nuclear weapons for the destruction of mankind. ഈ കാര്യങ്ങളാണ് നമ്മൾ നോൺ അലൈൻമെന്റിലൂടെയും പ്രസ്താവിച്ചത്. ഓക്കെ, ദെൻ പഞ്ചശീൽ. ഭവന വാസ് ആസ്കിങ് മീ ദ സെയിം. പഞ്ചശീൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചൈനയുമായിട്ടുള്ള വാർ വന്നതിന് ശേഷമാണ്. ഓക്കെ, 54 നെഹ്റു ആൻഡ് ചൈനീസ് പ്രീമിയർ ചോ ഇൻ ലാ, ഇവർ രണ്ടുപേരും കൂടി ഒപ്പിട്ട ഒരു സന്ധിയാണ് ഇനിയൊരു വാർ വരാതിരിക്കാൻ. വി ഡിഡ്ന്റ് ഫോർസേ എ വാർ വിത്ത് ചൈന അറ്റ് ദാറ്റ് ടൈം ബിക്കോസ് നെഹ്റു സെഡ് ദാറ്റ് വി ആർ ഭായി ഫോർ ദാറ്റ് മാറ്റർ. ഓക്കെ, ഏട്ടനും അനുജനും എന്നുള്ള രീതിയിലാണ് വി ഡിഡ് ഫോർസീ ഈച്ച് അതേഴ്സ് റിലേഷൻ. ബട്ട് അതിനെ മുതലെടുത്തുകൊണ്ടാണ് ചൈനീസ് അഗ്രഷൻ അവിടെ നടന്നത്. There are various aspects which are being talked about regarding that war. ലാസ്റ്റ് ഇന്ത്യൻ സോൾജർ മരിച്ചു വീഴാറാവുമ്പോൾ സീസ് ഫയർ വന്നു എന്ന് പറയുന്നു. ഓക്കെ, അല്ലാതെ ഇന്ത്യൻ സേന അവിടെ വളരെ കടുത്ത പ്രതിരോധം തീർത്തുകൊണ്ട് അവിടെ
മുന്നോട്ട് നിന്നു എന്ന് പറയപ്പെടുന്നു. രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. ബട്ട് ഒരു സീസ് ഫയറിലൂടെയാണ് അവസാനിച്ചു എന്നാണ് നമുക്ക് മാക്സിമം അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ദാറ്റ് വാർ. സോ ആഫ്റ്റർ ദാറ്റ് ഇന്ത്യക്ക് മനസ്സിലായി ഇനി നമുക്ക് ഒരു ശത്രു നമ്മളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. എപ്പോഴും ഡിഫൻസ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കണം. ഏതെല്ലാം ഏരിയാസിൽ നിന്ന് ഇന്ത്യക്ക് എനിമിറ്റി അല്ലെങ്കിൽ വോറിനുള്ള സാധ്യത വരാൻ സാധ്യതയുണ്ടോ ആ ഏരിയാസിനെല്ലാം സീസ് ചെയ്യണം എന്നത് ഇന്ത്യ മനസ്സിലാക്കിയത് ആ ഒരു വോർ കൊണ്ട് തന്നെയാണ്. ഓക്കെ, ദെൻ അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം നമുക്ക് സീസ് കൊണ്ട് അത്രയും ത്രെറ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നീട് അജ്മൽ കസബ് വന്ന സമയത്ത് അതും നമുക്ക് മനസ്സിലായി. സോ അഗെയിൻ നേവൽ സ്ട്രെങ്ത്തിലും ഇപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ആ രീതിയിൽ പഞ്ചശീൽ എന്നൊരു ധാരണ ഒപ്പുവെച്ചപ്പോൾ ഈ മേജർ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് വി വിൽ റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇൻറ്റിഗ്രിറ്റി. അപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ട് നോക്കുന്ന സമയത്ത് നോർത്തേൺ ഏരിയാസിലാണ് കൂടുതലും ഇഷ്യൂസ് നിലനിൽക്കുന്നത്. നോർത്ത് വെസ്റ്റേൺ സൈഡിൽ അപ്പോൾ അരുണാചൽ പ്രദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ഓക്കെ, ഈ ഭാഗങ്ങളിലെല്ലാം പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ഭാഗങ്ങളുമായിട്ട് ചൈന സെഡ് ദാറ്റ് ദ ടെറിട്ടറീസ് വിച്ച് ആർ ദെയർ ഇൻ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദിസ് കൺട്രീസ്, അവിടെയായിട്ട് ഒരു നദിയോ ഒരു പുഴയോ എന്തെങ്കിലും ഒഴുകുന്ന സമയത്ത് വെൻ ദിസ് ചൈനീസ് പീപ്പിൾ ഗോ ടു ദാറ്റ് portion and see a person who has the same isis or complexion or structure of the Chinese, then rather they should be considered as Chinese peoples rather than saying that they are Indians. അപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ പൊതുവെ സൗത്ത് ഇന്ത്യയിലോ നോർത്ത് ഇന്ത്യയിലോ കാണുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല നോർത്ത് ഈസ്റ്റിൽ കാണുന്നത്. അവരുടെ കണ്ണും ഇതെല്ലാം നമുക്ക് തോന്നും ചിലപ്പോൾ ചൈനീസ് ആണെന്നുള്ളത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദേ ആർ ചൈനീസ് ഫോർ ദാറ്റ് മാറ്റർ. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ഇൻക്വേഷൻസ് എല്ലാം ഉണ്ടായി. നമ്മൾ ടോക്സിലൂടെ ധാരണയിലെത്തി. മിലിറ്ററി ലീഡേഴ്സും ഫോറിൻ മിനിസ്റ്റേഴ്സുമായിട്ടുള്ള ഡെലിഗേറ്റ്സും കോൺഫറൻസും എല്ലാം നടത്തിയിട്ടാണ് ഒരു ധാരണയിലെത്തിയിട്ട് അവസാനം അരുണാചൽ പ്രദേശിന്റെ ഏരിയയിൽ വരെ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ടിൽ ദെൻ ദേ വെർ ഓൾ ട്രബിൾസം ഏരിയാസ് വിത്ത് റിഗാർഡ്സ് ടു ചൈന. ഓക്കെ, സോ അത് ഈ പറയുന്ന സമാധാന ചർച്ചകളിലൂടെ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയൊരു വിജയം തന്നെയാണ്. ഓക്കെ, നൗ സ്റ്റേപ്പിൾഡ് വിസ ഇഷ്യൂ. 6th ബുദ്ധിസ്റ്റ് ദലൈലാമയുടെ ബർത്ത് പ്ലേസ് തവാങ് എന്നൊരു റീജിയൻ, ദലൈലാമയ്ക്ക് കൊടുക്കുന്ന അസ്ലമറ്റ് ധർമ്മശാല, ഓക്കെ, ഇങ്ങനെയുള്ള കുറെ ഏരിയാസും ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. ആ പാങ്കോങ് ലേക്കിന്റെ അവിടെ നമ്മൾ വലിയൊരു ബ്രിഡ്ജ് കെട്ടി ആർമിക്ക് ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പാസസ് ഉള്ള ഏരിയ. ഓക്കെ, ഇവിടെയൊക്കെയാണ് കുറച്ച് ചൈനയുമായിട്ടുള്ള നമുക്ക് ഇഷ്യൂസ് ഉള്ളത്. റെസ്റ്റ് വി ഹാവ് ടോക്ഡ് ഇൻ ആൻഡ് സെറ്റിൽഡ് ഇൻ. ബട്ട് ഒരു 5 lakh square kilometeroളം സ്ഥലം which was there at the hands of Pakistan is right now under the hands of China. That we can never forget. ഒപ്പം തന്നെ ന്യൂക്ലിയർ ആയിട്ടുള്ള നമ്മളെ അമാസ്മെന്റ് ഇത്രയും ചെയ്യാൻ കാരണവും വി സി എ ത്രെറ്റ് വിത്ത് ചൈന റാദർ ദാൻ വിത്ത് പാകിസ്ഥാൻ. രണ്ടുപേർക്കും ഉണ്ട്. പാകിസ്ഥാൻ ഈസ് ബീൻ സപ്പോർട്ടഡ് ബൈ ചൈന. അല്ലെങ്കിൽ NSGയുടെ ഭാഗമാവാത്ത ഇന്ത്യക്കും അത്രയും ന്യൂക്ലിയർ വെപ്പൺസ് കിട്ടില്ല. അത് നമുക്ക് ഫ്രാൻസും ചില കൺട്രീസും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ യുറേനിയം എൻറിച്ച്മെന്റ് കിട്ടുന്നത്. പാകിസ്ഥാൻ അതേമാതിരി ചൈനയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ with that reason we had to sign this Panchasheel. സോ അങ്ങനെ വന്നപ്പോഴാണ് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടറി എന്നുള്ളൊരു ധാരണ വന്നു. നോൺ അഗ്രഷൻ, വോർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നോൺ ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്, അതുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ്. ഓക്കെ, ദെൻ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്. ഈ 5 കാര്യങ്ങളാണ് പഞ്ചശീലിൽ വെച്ചത്. ഓക്കെ, nothing more than that. പഞ്ചശീൽ ഒരു വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ of course we can't say it is a huge success, because when we signed that in 54 still we have to go with talks with China regarding various other places as well. Aggression ഉണ്ടാവാറുണ്ട്. So we can't say that has been a success, but that was also a principles regarding India's foreign policy. Then ആഫ്രോ ഏഷ്യൻ ബയസ്. നമ്മൾ പറഞ്ഞു ആഫ്രിക്കൻ കൺട്രീസുമായിട്ട്
നമുക്കൊരു ബന്ധം വന്നത് ഈ പറയുന്ന റേഷ്യലിസം, ദെൻ ഇന്ത്യയുടെ നാഷണൽ സ്ട്രഗിൾ ഫർവറിന് കൂടുതൽ ആക്കം കൂട്ടിയത് ആഫ്രിക്കൻ നേഷൻസിൽ ഉണ്ടായ ഫ്രീഡം സ്ട്രഗിൾസ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ ആഫ്രിക്കൻ നേഷൻസ് ഇതേമാതിരി കൊളോണിയൽ പവേഴ്സിന്ന് ലിബറേറ്റ് ആവുന്നത് കണ്ടപ്പോഴാണ് വി ഗോട്ട് ഗ്രേറ്റ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അത് നമ്മൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യണോ? ദാറ്റ് ഈസ് ഇന്ത്യ ചൈന റിലേഷൻസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഓൾസോ കോൾ മക്മോഹൻ ലൈൻ എന്നും പറയും. ചൈനയുമായിട്ടുള്ള ബോർഡർ ഓഫ് കൺട്രോൾ, ഒന്ന് ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ, ദെൻ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നുള്ള രീതിയിൽ ചൈനയുമായിട്ട്. അതപ്പോൾ നമുക്ക് ഓരോ ഏരിയാസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് വരണം. എന്നാലാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്താണെന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യ ചൈനയുടെ ബോർഡറിനെയാണ് നമ്മളിപ്പോൾ അങ്ങനെ പേരിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആഫ്രോ ഏഷ്യൻ ബയസ് വന്നപ്പോൾ ആ ഒരു നാഷണൽ ഫർവർ, ഇത്ര ചെറിയൊരു രാജ്യത്തിന് കൊളോണിയൽ പവർന്ന് ഇൻഡിപെൻഡൻസ് നേടാമെങ്കിൽ ഇത്രയും പോപ്പുലേഷനുള്ള ഇന്ത്യൻസിന് എന്തുകൂടി ആയിക്കൂടാ എന്നൊരു മോട്ടിവേഷനാണ് നമുക്ക് അവിടുത്തെ ഫ്രീഡം സ്ട്രഗിൾ കൊണ്ട് കിട്ടിയത്. അങ്ങനെയാണ് പിന്നീട് നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എല്ലാം കൊണ്ടുവന്ന് പിന്നീട് 1947 ആകുമ്പോഴേക്ക് ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടാൻ സാധ്യമായത്. സോ ദാറ്റ് വാസ് വൺ തിങ്. ദെൻ പിന്നീട് ഞാൻ പറഞ്ഞ അപ്പാരഥൈഡ് എന്നുള്ള ഒരു പോളിസിയുടെ എതിരായിട്ട് വന്നപ്പോഴും പിന്നെ വീക്കർ നേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഇന്ത്യക്ക് ഉണ്ട്. പറഞ്ഞാൽ വലിയ വലിയ രാജ്യങ്ങൾ മാത്രമല്ല, ഏറ്റവും താഴെത്തട്ടുള്ള രാജ്യങ്ങളും ഡെവലപ്മെന്റ് ആസ്പെക്റ്റിൽ വരണം. അപ്പോഴാണ് ലോകത്ത് മൊത്തം സമ്പന്നത നിലനിൽക്കുന്നത്. ഓക്കെ, എന്നൊരു ആശയം ഇന്ത്യ ഉൾക്കൊണ്ടിട്ടാണ് ആഫ്രിക്കൻ നേഷൻസിലും സർജ് ചെയ്യാൻ നമ്മൾ തയ്യാറായത്. അവിടെ ആഫ്രോ ഏഷ്യൻ ബാങ്ക്, ഓക്കെ, പിന്നെ പാരഥൈഡിന്റെ പോളിസിയുടെ എതിരെ അവിടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് കൂടുതൽ ഇന്ത്യൻ കമ്പനീസ്, ടൊബാക്കോ റിലേറ്റഡും കുറെ കമ്പനീസ് ആഫ്രിക്കൻ നേഷൻസിലുണ്ട്. ഇന്ത്യയിലുള്ള ഒരുപാട് പേര് ജോലിക്കായിട്ട് ഈ പറയുന്ന ചില മേഖലകളിൽ ചില ആഫ്രിക്കൻ നേഷൻസിൽ പോകാറുണ്ട്. സൗത്ത് ആഫ്രിക്ക, നൈജീരിയ, ഓക്കെ, അൾജീരിയ, ചില രാജ്യങ്ങളിൽ ഈ പറയുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. ടൊബാക്കോ ഓർ റെയർ മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻസ് നടക്കുന്ന കമ്പനീസ് ഉണ്ട്. അവിടേക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട്. ആഫ്രിക്കൻ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ബാംഗ്ലൂർ, ഓക്കെ, ഇപ്പൊ നമുക്ക് കേരളത്തിലും ചില ഭാഗങ്ങളിലും ഒക്കെ നമുക്ക് കാണാം സ്റ്റുഡൻറ് എക്സ്ചേഞ്ചസ് നടക്കാറുണ്ട്. പിന്നെ ആഫ്രിക്കയുമായിട്ട് പലിബന്ത ട്രീറ്റി ഉണ്ട്. പറഞ്ഞാൽ യുറാനിയം റിച്ച് ഏരിയ ആണ്. അപ്പൊ അവിടുന്ന് ഈ പറയുന്ന ന്യൂക്ലിയർ റിലേറ്റഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് യുറേനിയം കിട്ടാനുള്ള ഒരു സാധ്യത എന്നുള്ള രീതിയിൽ നമ്മളവിടെ ഫോഴ്സ് ചെയ്യുന്നു. പിന്നെ കുറെ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള കുറച്ച് റെയർ ആയിട്ടുള്ള മെറ്റൽസ്, ഇതിനെ എല്ലാം ഒരു എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് വി ഹാവ് അസോസിയേഷൻസ് വിത്ത് ആഫ്രിക്കൻ നേഷൻസ്. ദെൻ ആഫ്രിക്കൻ നേഷൻസ് കൂടുതലും നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർഷിപ്പിന് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് വി ഹാവ് ആൻ ആഫ്രോ ഏഷ്യൻ ബയസ്. അതിൽ ഇന്ത്യ എങ്ങനെ ഫ്രോണ്ട് റണ്ണർ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് ഇൻ പാന്തോങ്ങിൽ ആക്റ്റീവ് റോൾ പ്ലേ ചെയ്തിരുന്നു. ഗ്രൂപ്പ് ഓഫ് 77 ഫോം ചെയ്യുന്നതിലുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഓഫ് 15 ഉണ്ടായിരുന്നു. ഓഷ്യൻ റിം അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, ബിസ് ആൻഡ് സാർക്ക്, ഇവിടെയൊക്കെ നമുക്ക് സാന്നിധ്യം എന്നുള്ള രീതിയിൽ കാണാം. സാർക്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആഫ്രിക്കൻ നേഷൻ എന്നുള്ള രീതിയിലല്ല, നോൺ ഒബ്സർവർ സ്റ്റാറ്റസ് ഉള്ള കൺട്രീസ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെയും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, so this is how we have a concentration with African nations. Afro Asian bias എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റർനാഷണൽ ആൻഡ് അതർ വേദീസിലും ഇന്ത്യ അവരുടെ ഒപ്പം പങ്ക് കൊണ്ട് അവരെ സഹായിക്കുന്നതിൽ മുൻപന്തിയിലുണ്ട്. ആഫ്രിക്കൻ നേഷൻസ് എപ്പോഴും ഇന്ത്യയെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എയ്ഡ്സ് എന്നുള്ള രീതിയിലുണ്ട്. ദെൻ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ. നിങ്ങൾക്കറിയാം, ഇഫ് യു ആർ ടു ഗോ ടു ആൻ ആഫ്രിക്കൻ കൺട്രി 11 ഡിസീസസിന് വാക്സിനേഷൻ എടുക്കണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എപ്പിഡമിക് ഡിസീസസിന്റെ ഹബ്ബാണ് ആഫ്രിക്ക. സോ അവിടേക്ക് ഏറ്റവും ചീപ്പ് ജനറിക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ്. അത് WTOന്റെ ലംഘനമായിട്ട് എപ്പോഴും US ആക്ഷേപിക്കാറുണ്ട്.
ബട്ട് ഇന്ത്യ ആണ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആഫ്രിക്കൻ നേഷൻസിന് ചീപ്പായിട്ട് അവിടെ എത്തിച്ചു കൊടുക്കുന്നത്. സോ അതായതുകൊണ്ട് അവർ നമ്മൾ ആ കാര്യത്തിൽ വളരെയധികം അവർ നമ്മളായിട്ട് താങ്ക്ഫുൾ ആണ്. ഹെൽപ്പ് ഓക്കെ, നമ്മൾ അത്രയും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്ന് പറയും. ദെൻ ലിങ്ക്സ് വിത്ത് കോമൺവെൽത്ത്. അപ്പൊ നമുക്കറിയാം ബ്രിട്ടീഷ് സസേണിറ്റി നമ്മുടെ അവിടുന്ന് പോയതിനു ശേഷം ദ ബ്രിട്ടീഷേഴ്സ് സെഡ് ദാറ്റ് the princely states can be a part of either India or Pakistan. അതിന്റെ ഒപ്പം തന്നെ വേറൊരു ആശയം വെച്ചത്, though this apart from India as well, other countries were a part of British suzerainty. So if they want to just maintain that cordial relationship with Britain, then the best possible way is Commonwealth of Nations. അപ്പോൾ ഏകദേശം 54+ രാജ്യങ്ങൾ അതിന്റെ ഭാഗമായി കോമൺവെൽത്ത് നേഷൻസിൽ അംഗങ്ങളാണ്. India is also into that, but when we are going with a cordial relation or when we are associating with Commonwealth, that doesn't mean that we are obliging again to Britain altogether and we are the slaves of Britain. We are just maintaining a cordial relationship and trying to strengthen the relationship with Britain for that matter. Okay, so ആ ഒരു ലിങ്ക് മാത്രമാണ് നമ്മൾ കോമൺവെൽത്ത് നേഷൻസിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരിക്കൽ കോമൺവെൽത്ത് നേഷൻസിന്റെ ഹെഡ് ചെയ്യാൻ ന്യൂഡൽഹി എന്നുള്ള സ്ഥലത്ത് നമ്മൾ അതിനെ ഹെഡ് ചെയ്യാൻ ഉള്ള ഹെഡ് ചെയ്തുകൊണ്ട് അതിനൊരു മുൻകൈ എടുത്തിട്ടുമുണ്ട്. ഓക്കെ, വെൻ വി ഗോ ഓൺ ടു a foreign diplomat of India goes to a Commonwealth nation, he is always known as a high commissioner over there. Okay, then Commonwealth nations ആയിട്ട് വരുന്ന സമയത്ത് ബെസ്റ്റ് പാർലമെന്ററി പ്രാക്ടീസസ് ഇതിന് ഏറ്റവും ബെസ്റ്റ് വേദിയായിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നെ ട്രേഡ്, ബൈലാറ്ററൽ റിലേഷൻസ് ഇതിനൊക്കെ ആക്കം കൂട്ടാൻ ഒരു കോമൺവെൽത്ത് ഗെയിംസും വെക്കാറുണ്ട്. സോ ഈ രീതിയിൽ വി ജസ്റ്റ് ഗീവ് ഇൻ എ റെസ്പെക്ട് ടു ദ ബ്രിട്ടീഷ് ക്വീൻ ആൻഡ് ടു ബ്രിട്ടൻ പ്ലസ് സ്ട്രെങ്തൻ ദ ടൈസ് വിത്ത് ബ്രിട്ടൻ ഫോർ ദാറ്റ് മാറ്റർ. ആൻഡ് അതർ കൺട്രീസ് ഇതിന്റെ ഭാഗമാവുന്ന സമയത്ത് ദാറ്റ് ഓൾസോ ഹെൽപ്സ് അസ്. ഓക്കെ, ദെൻ UN. അപ്പൊ നമുക്കറിയാം വിജയലക്ഷ്മി പണ്ഡിറ്റ്, ജവഹർലാൽ നെഹ്റൂസ് സിസ്റ്റർ. One second. ആരെയും മൈക്ക് ഓൺ ആയിരുന്നു, ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ശരണ്യ, ശ്രുതി, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫസ്റ്റ് ഡു വൺ തിങ്, റേസ് യുവർ ഹാൻഡ്സ് ഇൻ റിയാക്ഷൻസ്, അല്ലെങ്കിൽ ചാറ്റിൽ ഇടാൻ ഞാൻ ഇൻ ബിറ്റ്വീൻ നോക്കാം. ഓക്കെ, സോ സപ്പോർട്ട് ടു ദ UN. വിജയലക്ഷ്മി പണ്ഡിറ്റ് UN സെക്രട്ടറി ജനറൽ ആയ സമയത്ത് ദാറ്റ് വാസ് എ പ്രിവിലേജ് ടു ഇന്ത്യ. ലേറ്റർ ഓൺ UN നോക്കുന്ന സമയത്ത് വി ആർ സ്ട്രൈവിംഗ് ഫോർ UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർഷിപ്പ്. ഓക്കെ, അതിലേക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. 5 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്കറിയാം. അവർക്ക് വീട്ടോ പവേഴ്സ് ഉണ്ട്. നോൺ പെർമനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ 15+ ഇന്ത്യ ഒരു ഭാഗമാണ്. വി ആർ ട്രൈങ് ടു foresee and like we are forcing the UN to say that we are a fastest growing economy right now. We have a 50+ youth population with us. Our economy is fast growing right now. We have a lot of development activities to come up in India. We are supporting UN with the largest peacekeeping force. Okay, we are the front runners against terrorism. We are a Vasudeva Kudumbam concept holders. So foreseeing all these things, India should be getting a UN Security Council permanent membership, but always China vetoes us for this reason. Okay, so the rule according to that is one non-permanent member, if he say vetoes this policy of permanent membership against one country, then it is vetoed. Then the very next year only that can be again brought into force. Okay, so that is one reason. So support to the UN in all these things we are doing in peacekeeping force, AIDS. Okay, then we always take in UN as a
conference where we focus upon anti-terrorism, non-nuclear aggression, amassment, less of nuclear amassment. All these things are being said in the UN, and always in UN we have a stronghold with Pakistan, where our foreign diplomat and say foreign secretary and say our external affairs ministers coordinate and always have a one-to-one word regarding India-Pakistan relations, and we always get that upper hand in UN. Okay, so that is how we are seeing UN as an international organization. We always support them in various things. The major foremost thing that India is focusing in UN is expansion of UN Security Council. Okay, General Assembly നമുക്കറിയാം 193+ അംഗങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി കൗൺസിലിൽ 5 രാജ്യങ്ങൾ, ഈ 5 രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ അമാസ്മെന്റ് ഉണ്ട്, ന്യൂക്ലിയർ പവേഴ്സ് ഉണ്ട്. ബട്ട് ഈ 5 രാജ്യങ്ങളിൽ തന്നെ അത് നിലനിൽക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങൾക്ക് അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും എന്ന ഒരു ധാരണ ഇല്ല എന്നതാണ് ഇന്ത്യ പറയുന്നത്. പിന്നീട് ഈ 5 രാജ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ അടുത്ത് NSG എല്ലാം ഒപ്പ് വെക്കാൻ പറയുമ്പോഴും ഇവരെത്രത്തോളം ഈ ന്യൂക്ലിയർ വെപ്പൺസ് കുറയ്ക്കും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കുറയ്ക്കും എന്നൊരു ധാരണ പലപ്പോഴും പറയുന്നില്ല. പിന്നീട് SALT I SALT II ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് റഷ്യയും US തമ്മിൽ ധാരണയായി 40-50% ന്യൂക്ലിയർ വെപ്പൺസ് കുറയ്ക്കാം എന്നത് മാത്രം. ബട്ട് ദാറ്റ് cannot be just said and done. സോ ഇത് കാരണങ്ങൾ കൊണ്ടാണ് we said that this has to be the prime focus. എപ്പോഴും ഗ്ലോബൽ പീസ് ആൻഡ് കോ എക്സിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു 5 പവേഴ്സിൽ നിൽക്കുന്നതിനേയും കാട്ടിലും എക്സ്പാൻഷൻ നടക്കണം എന്ന് എപ്പോഴും ഇന്ത്യ വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ UN expansion again, that has been again the area which India foresees. Then disarmament, ഞാൻ പറഞ്ഞു നമ്മൾ NSG ഒപ്പുവെച്ചിട്ടില്ല, ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ്. 43 മെമ്പർ കൺട്രീസ് ഉണ്ട്. അതിൽ മേജർ ആയിട്ടുള്ള ഈ കൺട്രീസിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ന്യൂക്ലിയർ വെപ്പൺ ടെക്നോളജി മെറ്റീരിയൽസ് അമാസ് ചെയ്തുകൊണ്ട് അവർക്ക് എത്ര വേണിച്ചാലും ഉപയോഗിക്കാം. സോ NSGയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ ദെൻ അവർ പറയുന്ന ട്രീറ്റീസ് ഒബ്ലിഗേഷൻസ് നമുക്ക് അതിന് നമ്മൾ ഒബ്ലിജ് ചെയ്യേണ്ടി വരും. ഒപ്പം തന്നെ ഇൻസ്പെക്ഷന് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നീട് തൊട്ടേനും പിടിച്ചതിനും എല്ലാം ഇവരുടെ ഒരു നിഷ്കർഷത എപ്പോഴും ഉണ്ടാവും NSGയുടെ ഭാഗമായി കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ CTBT കോംപ്രിഹെൻസീവ് ട്രസ്റ്റ് ബാൻ ട്രീറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ന്യൂക്ലിയർ ആയിട്ട് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇവരുടെ അനുവാദം വേണ്ടി വരും. സോ ഇന്ത്യ അതിലൊരു ന്യൂട്രൽ സ്റ്റാൻസ് ആണ് കൈക്കൊള്ളുന്നത്. ഇന്ത്യ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കതിന് താല്പര്യമില്ല. ബിക്കോസ് ഈ പറയുന്ന രാജ്യങ്ങൾ വെക്കുമ്പോൾ അവരതിനെ എത്രത്തോളം ഒബ്ലിജ് ചെയ്ത് ചെയ്യേണ്ടത് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് വി ഡോണ്ട് ഹാവ് ടു സൈൻ ദിസ് അഗ്രിമെന്റ്. ആ ഒരു ന്യൂട്രൽ നിലപാടാണ് ഇന്ത്യ കൈക്കൊണ്ടത്. എന്നാൽ ഇതിന്റെ ഭാഗമല്ലാത്തപ്പോഴും US ഇന്ത്യ ന്യൂക്ലിയർ ഡീൽ ഉണ്ട്. റഷ്യ നമുക്ക് കുറച്ച് തരാറുണ്ട്, ഫ്രാൻസ് തരാറുണ്ട്. സോ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ നമ്മളെ എക്സ്റ്റേണലി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കും ന്യൂക്ലിയർ ആയിട്ടുള്ള വെപ്പൺസും ടെക്നോളജീസും അവൈലബിൾ ആണ്. MTCRന്റെ ഭാഗമായതുകൊണ്ട് മിസൈൽ ടെക്നോളജിയിൽ നമ്മൾ ഒബ്ലിഗേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ രാജ്യങ്ങൾക്ക് വിൽക്കാൻ അത് സഹായകമായിട്ടുണ്ട്. ടെക്നോളജി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സഹായകമായി. ഓസ്ട്രേലിയൻ ഗ്രൂപ്പ് വാസ്നർ അറേഞ്ച്മെന്റിൽ ഭാഗമായതുകൊണ്ട് അഗെയിൻ നമുക്ക് UN സെക്യൂരിറ്റി കൗൺസിലേക്ക് അത് അംഗത്വം കിട്ടാനും കുറച്ച് സഹായിച്ചിട്ടുണ്ട്. ഇൻ ദ സെൻസ് ന്യൂക്ലിയർ പ്ലോറിഫിക്കേഷൻ വെപ്പൺസ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പുറകോട്ടാണെന്നുള്ളതും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കുള്ളൂ എന്നുള്ളതും ബയോളജിക്കൽ കെമിക്കൽ വെപ്പൺസിന്റെ എതിരാണെന്ന് നമ്മൾ ആ ഗ്രൂപ്പിന്റെ ഭാഗമായതുകൊണ്ട് പ്രസ്താവിക്കുകയാണ്. ഓക്കെ, സോ അഗെയിൻ ദാറ്റ് ഈസ് വൺ മോർ ഏരിയ ദാറ്റ് ഇന്ത്യ ഫോക്കസ് ഓൺ. ഡിസാർമെന്റിനെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അറ്റ് ദ UN. വൈ സോ ന്യൂക്ലിയർ വെപ്പൺസ്, വൈ ഷുഡ് വി ഗോ ഫോർ അനദർ വേൾഡ് വാർ എന്നൊരു ചോദ്യമാണ് ഇന്ത്യ എപ്പോഴും അവിടെ ഉന്നയിക്കുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങളാണ് ബേസിക്കലി പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി ആയിട്ട് നമുക്ക്
കാണാൻ സാധിക്കും. ഓക്കെ, നൗ നമുക്ക് ഒബ്ജക്റ്റീവ്സിലോട്ട് പോവാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് എന്ത് കാര്യം വെച്ചിട്ടാണ് ഇന്ത്യ ഒരു ഫോറിൻ പോളിസി ഉണ്ടാക്കുന്നത്? പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ മുൻനിർത്തിയിട്ടേ ഫോറിൻ പോളിസി ഉണ്ടാക്കുള്ളൂ എന്നുള്ളതാണ്. നോ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഫോർസി വിഷൻ എന്താണെന്ന് പറയും. ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ പോവുകയാണെങ്കിൽ മിഷൻ ആൻഡ് വിഷൻ സ്റ്റേറ്റ്മെന്റ്, മിഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം, വിഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടേം. അതേമാതിരി ഇന്ത്യയുടെ ലോങ് ടേം ഫോറിൻ പോളിസി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒബ്ജക്റ്റീവ്സ് നോക്കണം. എന്തുകൊണ്ട് നമ്മൾ ഈ രീതിയിലുള്ള അലയൻസസിലോട്ട് പോകുന്നു? ഓക്കെ, അപ്പൊ അത് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഇന്ത്യ വിൽ പ്രൊട്ടക്ട് ഇറ്റ്സ് ഓൺ കോർ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് കൺസേൺസ് ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് ഇന്റർനാഷണൽ എൻവയോൺമെന്റ് എന്നത് നമ്മൾ എപ്പോഴും പറയുന്നു. ബൈ ഫോസ്റ്ററിങ് ആൻഡ് സപ്പോർട്ടിങ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. അത് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ്. ലൈക്ക് എത്രത്തോളം ലോകം ചേഞ്ച് ആയിക്കോട്ടെ, US ചേഞ്ച് ആയിക്കോട്ടെ, റഷ്യ ചേഞ്ച് ആയിക്കോട്ടെ, ബട്ട് നമ്മുടെ കോർ നാഷണൽ ഇൻട്രസ്റ്റും ഏരിയയും നമ്മൾ പിൻവലിക്കില്ല. അതിലൊരിക്കലും ഒരുപാട് താഴ്ന്നു കൊടുക്കാനുള്ള ഒരു ആവശ്യം ഇന്ത്യക്കില്ല. അതിനെ മുൻനിർത്തിയിട്ട് തന്നെ ആയിരിക്കും ഇന്ത്യ ഈ പറയുന്ന ഇന്റർനാഷണൽ അറീനാസിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് മേജർ ഒബ്ജക്റ്റീവ്. ദെൻ നമ്മുടെ ഓട്ടോണമിയെ എപ്പോഴും പ്രിസേർവ് ചെയ്യുക ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻസ് എടുക്കാൻ ഇന്ത്യക്ക് അധികാരമുണ്ട്. പാലസ്റ്റീൻ ആയിക്കോട്ടെ, നോർത്ത് കൊറിയ സൗത്ത് കൊറിയ ഇഷ്യൂ ആയിക്കോട്ടെ, ഇസ്രായേലിന്റെ കാര്യമായിക്കോട്ടെ, ആഫ്രിക്കയിലുള്ള ഒരു കാര്യമായിക്കോട്ടെ, ഓക്കെ, US റഷ്യ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? നമ്മൾ നാം എന്നൊരു സംഘടനയുടെ ഫോർസി ഫ്രണ്ട് റണ്ണേഴ്സ് ആയതുകൊണ്ടും ഡിസാർമമെന്റ് എതിരായതുകൊണ്ടും NSCയും CTBT ഒപ്പുവെക്കാത്തതുകൊണ്ടും എല്ലാം നമുക്കൊരു ന്യൂട്രൽ സ്റ്റാൻസ് എടുക്കാം. ബിക്കോസ് വി സെഡ് ദാറ്റ് നമ്മളൊരു പീസ് ലവിങ് നേഷനാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന നമ്മുടെ ഇൻഡിപെൻഡൻസിനെ ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കില്ല. അപ്പൊ ഏത് കാര്യത്തിലും ഇൻഡിപെൻഡൻസ് സ്റ്റാൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതും അതുകൊണ്ടാണ്. വി വിൽ പ്രിസർവ് അവർ ഓട്ടോണമി ഇൻ ഫോറിൻ അഫയേഴ്സ്. ഓക്കെ, ദെൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഒബ്ജക്റ്റീവ് ആണ് ഇത്. നമ്മൾ ഏറ്റവും കൂടുതൽ പോരാടുന്നതും ഇതിനു വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ടെററിസം. വി ആർ ഗോയിങ് ഫോർ എൻ ഇന്റർനാഷണൽ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ടെററിസം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ OECD കൺട്രീസിന്റെ വേദികളിൽ, G20 വേദികളിൽ, ഓക്കെ, ബ്രിക്സ് ആയിക്കോട്ടെ, SCO ആയിക്കോട്ടെ, G7 ഇന്ത്യ ഭാഗമല്ല, അത് ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് മാത്രമാണ്. അല്ലാതെ ഇന്ത്യ റീജിയണൽ ഗ്രൂപ്പിംഗ്സ് പോകുന്ന എല്ലാ വേദികളിലും, ആസിയാനിലും എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന ഫസ്റ്റ് കാര്യം ഇതാണ്, ദാറ്റ് വി ഷുഡ് ബി സ്റ്റോപ്പിംഗ് ദ ഫണ്ടിങ് ടു ഇന്റർനാഷണൽ ടെററിസ്റ്റ്. അതിനെ ഫ്രീസ് ചെയ്യുക, കൂടുതൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് കൊണ്ടുവരിക, ഇതിനെ വളർത്താൻ അനുവദിക്കരുത്. ബിക്കോസ് ഇന്ത്യ ഹാസ് ഓൾവേസ് ടാക്കിൾഡ് ദിസ് മെനസ് വിത്ത് ഇറ്റ്സ് സുപ്പീരിയോറിറ്റി, ബട്ട് അഗെയിൻ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ഗ്ലോബൽ മെനസ് ഫോർ ഹ്യൂമൻ കൈൻഡ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു ഹ്യൂമൻ കൈൻഡ് എന്ന രീതിയിൽ വാദിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ടെററിസത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമായിട്ട് സ്വയം പ്രഖ്യാപിച്ച് ഇന്ത്യ പോകുന്നു. ബിക്കോസ് നമുക്ക് അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടെററിസം റിലേറ്റഡ്, ആൻഡ് വി ഹാവ് ഓൾവേസ് ബീൻ സക്സസ്ഫുൾ ഇൻ സപ്രസിംഗ് ദാറ്റ്. ഓക്കെ, ദെൻ to build an international environment which is supportive of India's economic growth, higher investment, trade, access to technology and India's energy security. Okay, അപ്പോൾ നമ്മൾ പറയുന്നു ഇന്റർനാഷണൽ സോളാർ അലയൻസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇന്റർനാഷണലി എന്ത് വലിയ വലിയ ധാരണകളിൽ ഇന്ത്യ ഭാഗമാവുന്നു, അതുകൊണ്ടെല്ലാം ഇന്ത്യ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ഈ പറയുന്ന ആസ്പെക്ട്സിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതാണോ ആ രാജ്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ച് സഹായിക്കാൻ കഴിവുള്ള രാജ്യങ്ങളുമായിട്ടായിരിക്കും ഇന്ത്യ എപ്പോഴും മുന്നോട്ട് പോവുക. റേഷ്യലിസം, നിയോ കൊളോണിയലിസം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാത്തതും നിഷ്പക്ഷമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, ഈ പറഞ്ഞ ഏരിയാസിൽ സപ്പോർട്ട് ചെയ്യാനുള്ള കൺട്രീസ് ഏതാണോ അവരായിട്ട് ഈ രീതിയിലുള്ള ടൈപ്സ് എടുത്ത് ഇന്ത്യ മുന്നോട്ട് പോകും. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ
നമ്മളൊരു ചൈനയുമായിട്ട് എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് മാത്രമല്ല പല രാജ്യങ്ങൾക്കും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി നമുക്കൊരു സ്ട്രാറ്റജിക് അലയൻസ് എന്നുള്ള രീതിയിൽ മലബാർ എക്സൈസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ജപ്പാനും ചൈനയുമായിട്ട് പറയുമ്പോൾ മെട്രോ ട്രെയിൻ പദ്ധതികൾ വേറെയുള്ള ഏരിയാസിലൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ അങ്ങനെയാണ് നമ്മളൊരു എൻവയോൺമെന്റ് അവരായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലാതെ എല്ലാ മേഖലകളിലും അല്ല. Okay, so which countries support India's intention in the same areas? India is going to foster a greater relationship with these countries. Okay, then P5 രാജ്യങ്ങളുമായിട്ടുള്ള P5 രാജ്യങ്ങളായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യുക. ബിക്കോസ് നമുക്കറിയാം അമേരിക്ക, റഷ്യ, ഓക്കെ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ രാജ്യങ്ങളായിട്ടെല്ലാം നമുക്ക് വളരെ കോർഡിയൽ റിലേഷൻഷിപ്പ് ആവശ്യമാണ്. ബിക്കോസ് ഗ്ലോബൽ പവേഴ്സ് ആണ്. അപ്പോൾ ബിക്കോസ് ദേ ആർ പെർമനന്റ് പാർട്ട്നേഴ്സ് ഇൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഭാഗമാണ്, UN ഭാഗമാണ്, ഈ പറയുന്ന ടെക്നോളജിക്കൽ ആസ്പെക്ട്സിൽ ഫോർ ഫ്രണ്ടേഴ്സ് ആണ്. മേജർ ഡിസിഷൻസിൽ ഇവരുടെ സേ എന്താണ് അതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. സോ നമുക്കും അവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് വൈ വി ഓൾവേസ് സേ ദാറ്റ് വി വുഡ് മെയിൻറ്റെയിൻ എ വെരി ഫോസ്റ്റർ റിലേഷൻഷിപ്പ് വിത്ത് P5 നേഷൻസ്. ഓക്കെ, ദെൻ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള റിലേഷൻ സ്ട്രെങ്തൻ ചെയ്യുക, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ് സ്ട്രെങ്തൻ ചെയ്യുക. ബിക്കോസ് നമുക്ക് അവിടെ അറിയാം തൊഴിൽ, ഫ്യൂവൽ, ഓക്കെ, one is employment, foreign reserves, plus then greater support in case of terrorism. Okay, ഇതിനെല്ലാം നമുക്ക് മിഡിൽ ഈസ്റ്റിന്റെ സഹായം ആവശ്യമാണ്. ദാറ്റ് ഈസ് വൈ വി again focus on maintaining relationship with Middle East countries. European Union എന്നത് നമ്മൾ പറഞ്ഞു. Then combat terrorism against Pakistan, അതും നമ്മുടെ ഒബ്ജക്റ്റീവ്സിന്റെ ഭാഗമാണ്. Strengthen and maintain cordial relationship with our neighborhood nations, അതും നമ്മുടെ പ്രിൻസിപ്പിൾസിന്റെ ഭാഗമാണ്. Then again to closely relate ourselves with major regional groupings such as European Union and G20, G33, അതും നമ്മുടെ പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ട് തന്നെ നിലനിർത്തുന്നു. Restructure the UN Security Council and expose polarity in the world. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നിക്ഷബ്ദ രാജ്യങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കരുത്. അത് ഡൈവേഴ്സ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെ അവകാശങ്ങൾ വേണം. ഓക്കെ, എന്നാൽ മാത്രമേ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ വേൾഡ് വാർ വരാതെ അത് സഹായിക്കുള്ളൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അല്ലാതെ ഈ 5 രാജ്യങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ത്രെട്ടാണ് വേൾഡ് പീസിന്. ബിക്കോസ് അവർക്കാണ് ലാർജർ സേ ഉള്ളത്. അത് ശരിക്കും നല്ല ഒരു ആശയമായിട്ട് ഇന്ത്യക്ക് തോന്നാറില്ല. ഓക്കെ, സോ അതിൻ്റെ എക്സ്പാൻഷൻ എന്നതും ഇന്ത്യ പറയുന്നു. ദെൻ ചെറുകിട രാജ്യങ്ങളും വൻകിട രാജ്യങ്ങളുമായിട്ടുള്ള ഇക്വേഷൻസ് കുറയ്ക്കുക, തമ്മിൽ സപ്പോർട്ട് ചെയ്യുക എന്നൊരാശയവും ഇന്ത്യ ഒബ്ജക്റ്റീവ്സിൽ വെക്കാറുണ്ട്. ഗ്ലോബൽ ന്യൂക്ലിയർ ഡിസാർമമെന്റ് എപ്പോഴും ഇന്ത്യയുടെ വേദവാക്യമായിട്ട് തുടർന്നു പോകുന്നു. ദെൻ സ്ട്രെങ്തൻ ഇന്ത്യൻ ഡയസ്പോറ. ഓക്കെ, ക്ലോസ്ലി വർക്ക് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യൻ ഡയസ്പോറ അറൗണ്ട് ദ വേൾഡ്, അതും നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നൊരു കാര്യമാണ്. ബിക്കോസ് ഇപ്പോൾ അറിയാം ഒബാമ ഉള്ള സമയത്തും ട്രംപ് ഉള്ള സമയത്തും ഇന്ത്യൻസ് വളരെ കൂടുതലാണ് US-ൽ. കാനഡയിൽ പോവുകയാണെങ്കിൽ സിഖ് വംശജർ മന്ത്രിസ്ഥാനം ഏൽക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും കുറെ ഇന്ത്യൻസിന്റെ സാന്നിധ്യമുണ്ട്. ഇവിടെയൊക്കെ അവർ മേജർ ബിസിനസ് ടൈക്കൂൺസ് ആവാം ചിലവിടെ, അല്ലെങ്കിൽ മന്ത്രിസഭയിലുണ്ടാവാം. സോ ഇവരുടെ സപ്പോർട്ട് നമ്മളവിടെ അവാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെക്നോളജിക്കലായിട്ടോ ട്രേഡ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കുമായിട്ടുള്ള അലയൻസസ് പോസിബിൾ ആവും. സോ ദാറ്റ് ഈസ് വൈ അഗെയിൻ ഒബ്ജക്റ്റീവിന്റെ കീഴിൽ പറയുന്ന ഒരു കാര്യമാണ് ഡയസ്പോറ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻസ് എന്നുള്ള ഒരു ഫീൽ അവർക്ക് അവിടെ കിട്ടുന്നു. ഒപ്പം ഈ പറയുന്ന NRIs ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ലാർജർ ഇൻവെസ്റ്റ്മെന്റ് പോസിബിലിറ്റീസ് ഇതിന് വഴി തുറന്നു കൊടുക്കുക. പിന്നെ നമ്മൾ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിച്ചുകൊണ്ട് അവര് എക്സംപ്ലറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ ആദരിക്കാറുണ്ട്. സോ ദീസ് ആർ ദ വേസ് ഹൗ വി സ്ട്രെങ്തൻ അവർ ഡയസ്പോറ. ബിക്കോസ് എവ്രി ഇന്ത്യൻ ക്യാൻ ബി ഫൗണ്ട് ഇൻ വൺ റീജിയൻ അറൗണ്ട് ദ വേൾഡ്. അത് നമുക്ക് വലിയൊരു ശക്തി തന്നെയാണ്.
അപ്പോൾ ഈ കാര്യങ്ങളാണ് these are the areas which we focus when it comes to objectives of India's foreign policy. Okay. നമുക്ക് ന്യൂക്ലിയർ ഡോക്ട്രിൻ ആണ് നോക്കേണ്ട വേറെ വലിയൊരു കാര്യം. ഓക്കെ, എന്താണ് ന്യൂക്ലിയർ ഡോക്ട്രിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു നമ്മൾ NSTയുടെ ഭാഗമല്ല, ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ്. ദെൻ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റിയിൽ നമ്മളില്ല, പാകിസ്ഥാൻ ഇല്ല, നോർത്ത് കൊറിയ ഇല്ല. ഓക്കെ, സോ ഈ പറയുന്ന രാജ്യങ്ങൾ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്കും അതിൻ്റെ ഭാഗമാവേണ്ടി വരും എന്നത് ഒരു വസ്തുതയാണ്. ഓക്കെ, സോ ഇതല്ലാത്തതുകൊണ്ട് വാട്ട് വി സേ, നമുക്ക് ന്യൂക്ലിയർ ഇല്ല എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്, ബട്ട് നമുക്കൊരു ത്രെട്ട് ഉണ്ട്. പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടുള്ള ഒരു ത്രെട്ട് ഉള്ള കാരണം വി ആർ ഫോഴ്സ്ഡ് ടു ഹാവ് എ ന്യൂക്ലിയർ മെറ്റീരിയൽ സപ്ലൈ ആൻഡ് ടെക്നോളജി വിത്ത് അസ്. ബട്ട് അങ്ങനെ നിലകൊള്ളുമ്പോഴും ഇന്ത്യ സേസ് we won't be misusing this for other matters. It would be used for, one is our renewable energy ഏരിയയിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നു. ഓക്കെ, അതിലേക്ക് ഉപയോഗിക്കും, സിവിലിയൻ പർപ്പസിന് ഉപയോഗിക്കും. സെക്കൻഡ്, ഈ പറയുന്ന ഡിഫെൻസിനും ഉപയോഗിക്കും. ആ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കും ഇന്ത്യ വിൽ ഓൾവേസ് യൂസ് ദിസ് ന്യൂക്ലിയർ മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജീസ്. അതർവൈസ് വി ആർ നോട്ട് മിസ്യൂസിങ് ദ സെയിം. അപ്പം അതെങ്ങനെ എന്ന് പ്രസ്താവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ന്യൂക്ലിയർ ഡോക്ട്രിനിൽ പറയാറുള്ളത്. ദാറ്റ് ഈസ് നോ ഫസ്റ്റ് യൂസ്. അപ്പോൾ ഇന്ത്യയെ ഒരു രാജ്യം ആക്രമിക്കാതെ നമ്മൾ ആക്രമിക്കില്ല. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്, റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തു എന്നുള്ളത്. ദെൻ ന്യൂക്ലിയർ റിട്ടേറിയേഷൻ വുഡ് ബി a first strike to a massive and designed to inflict unacceptable damage. Okay, എന്നാൽ നമ്മളെ ഒരു രാജ്യം ന്യൂക്ലിയർ വെപ്പൺസ് ആയിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ആക്രമിക്കുമ്പോൾ അവർക്ക് വരുന്ന കാഷ്വാലിറ്റീസ് ഹൈ ആയിരിക്കും എന്നും ഇന്ത്യ പ്രസ്താവിക്കുന്നു. അപ്പോൾ ഒരു വാർണിംഗ് കൊടുക്കുകയാണ് ഒരു ശത്രു രാജ്യത്തിന്. എന്നാൽ ഞങ്ങളുടെയിലും ആ പോസിബിൾ ആയിട്ടുള്ള ന്യൂക്ലിയർ മെറ്റീരിയൽസും ടെക്നോളജിയും ഉണ്ട് എന്നത്. ഓക്കെ, ദെൻ ഈ പറയുന്ന അറ്റാക്സ് എല്ലാം നമ്മുടെ പൊളിറ്റിക്കൽ റെജീം അപ്രൂവ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മൾ ന്യൂക്ലിയർ ഈ പറയുന്ന വാറിലേക്ക് പോവുള്ളൂ എന്നതും നമ്മൾ പ്രസ്താവിക്കുന്നു. നോൺ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാത്ത രാജ്യങ്ങളുടെ എതിരെ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല. ദെൻ ബയോളജിക്കൽ ഓർ കെമിക്കൽ വെപ്പൺസ് നമ്മൾ ഉപയോഗിക്കില്ല എന്നത് നമ്മൾ എപ്പോഴും പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് ഏതെങ്കിലും രാജ്യം നമ്മുടെ എതിരെ അത് ഉപയോഗിച്ചാൽ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് ആയിട്ട് അവരെ തിരിച്ചാക്രമിക്കും എന്ന കാര്യങ്ങൾ. ദെൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസിന് നമ്മളൊരു പരിധി വയ്ക്കുന്നു, അത് ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ എന്നുള്ളതാണ്. ദെൻ ന്യൂക്ലിയർ ഡിസാർമമെന്റ് എന്നുള്ളൊരു ആശയമാണ് ഇന്ത്യ വയ്ക്കുന്നത്. ഇതെല്ലാം നമ്മൾ വെക്കാനുള്ള ഒരു കാരണം ദാറ്റ് ഈസ് വി ഫോർസീ ദ ത്രെറ്റ് ഫ്രം അവർ നൈബർ. ദാറ്റ് ഈസ് ദ ഓൺലി റീസൺ. ഓക്കെ, സോ ഈ രീതിയിൽ വരുന്ന സമയത്ത് വി ഹാവ് എ പൊളിറ്റിക്കൽ കൗൺസിൽ ആൻഡ് ആൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ. പൊളിറ്റിക്കൽ കൗൺസിൽ ഈസ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ദെൻ ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഈസ് ഹെഡഡ് ബൈ ദ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. ഓക്കെ, അപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ കൗൺസിലിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമാണ് പിന്നീട് ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അനുവാദം കിട്ടുകയുള്ളൂ. ഓക്കെ, ദെൻ ക്യാബിനറ്റ് കമ്മ്യൂണിറ്റി ഓൺ സെക്യൂരിറ്റി ആണ് ഇന്ത്യാസ് ന്യൂക്ലിയർ ഡോക്ട്രിനെ എപ്പോഴും സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ആവശ്യം ഉള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ US നോക്കുകയാണെങ്കിൽ US പ്രസിഡന്റിന് ഉള്ള ഒരു അധികാരമാണ് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഉപയോഗം എന്നൊരു രീതിയിൽ. എന്നാൽ ഇന്ത്യയിൽ ഒരു വാർ ഡിക്ലെയർ ചെയ്യണമെങ്കിലും അത് എൻഡ് ചെയ്യണമെങ്കിലും അത് പ്രസ്താവിക്കേണ്ടത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് ദറ്റ് പവർ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ യൂസ് ഓഫ് ന്യൂക്ലിയർ technology and material, then the final says with the prime minister. When he says that, only the president can go for a nuclear war. That is also a fact. Okay, so അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ കൗൺസിൽ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, then we go on to look east policy of India.
ഓക്കെ, നമുക്ക് ഇപ്പൊ ലുക്ക് ഈസ്റ്റ് കഴിഞ്ഞ ആക്ട് ഈസ്റ്റ് പോളിസി ആയി. ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്ന സമയത്ത് നരസിംഹറാവു ഗവൺമെന്റ് ഉള്ള സമയത്താണ് നമ്മൾ ഈ ഒരു പോളിസി ഡിവൈസ് ചെയ്തത്. That is, it emphasis on improving relationship with Southeast and East Asian countries. നമ്മൾ പറഞ്ഞ ആസിയാൻ കൺട്രീസ്. ഇപ്പൊ ഇന്ത്യ ആസിയാൻ +5 ഉണ്ട്. ഓക്കെ, പെർമനന്റ് മെമ്പർ എന്നുള്ള രീതിയിലോ ആസിയാന്റെ ഒരു മെമ്പർ ആണ് എന്നുള്ളത് പറയുന്നില്ല. ഇതിന്റെ ഒരു ഗ്രൂപ്പിങ്ങിന്റെ ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം പണ്ട് മുതലേ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലക്സ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് അങ്കോർ വാട്ട്, ഹിന്ദു ബേസ്ഡ് ആയിട്ടുള്ള ടെമ്പിൾസ് ഉള്ള കാരണം ഒരു കൾച്ചറൽ അഫിലിയേഷൻ ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മേക്കോങ് ഗംഗ കോർപ്പറേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, ട്രേഡ്, അഗ്രികൾച്ചർ എല്ലാം സംബന്ധിക്കുന്ന വലിയൊരു ഉടമ്പടിയാണ്. ഓക്കെ, സോ ആ രീതിയിലുള്ള ഒരു റിലേഷൻ നമുക്ക് അവർക്കുണ്ട്. പണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന കൾച്ചറൽ ആസ്പെക്റ്റിലൂടെ, കൾച്ചറൽ ടൈസിലൂടെ ഈ പറയുന്ന രാജ്യങ്ങളായിട്ട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. ലേറ്റർ ഓൺ വി ഫോക്കസ്ഡ് അവർ ഏരിയ ഓൺ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൾച്ചറൽ അഫിലിയേഷൻസ് മാത്രം പോരാ. വെൻ ഇന്ത്യ ഈസ് എൻസ്ട്രാങ്കിൾഡ് ത്രൂ സ്ട്രിങ് ഓഫ് പേൾസ്, നമ്മുടെ നൈബർഹുഡിനെ നമ്മുടെ എതിരെ തിരിക്കാനുള്ള ചൈനയുടെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് സ്ട്രിങ് ഓഫ് പേൾസ്, നമ്മളെ ഒറ്റപ്പെടുത്തുക. സോ അതിനെ നമുക്ക് മറികടക്കണമെങ്കിൽ സൗത്ത് ചൈന സീ ഇവിടേക്കും എല്ലാം എത്തണമെങ്കിൽ അഗെയിൻ വി നീഡ് ദ സപ്പോർട്ട് ഓഫ് ആസിയാൻ കൺട്രീസ്. ഓക്കെ, സോ അതുകൊണ്ട് വി ആർ ടേണിങ് അവർ അറ്റൻഷൻ ടുവേർഡ്സ് ആക്ട് ഈസ്റ്റ് പോളിസി. അപ്പം അവിടെ പോയിട്ട് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സിൽ അവരുമായിട്ടുള്ള ധാരണ കൂട്ടുക. ഇപ്പൊ അഗ്രികൾച്ചർ, ടെക്നോളജി, മറ്റുള്ള ആസ്പെക്റ്റ് ആയിട്ട് 100 ബില്യൻ്റെ ഒരു ട്രേഡ് ടൈപ്പിന് നമ്മളിപ്പോൾ ആസിയാനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ദെൻ RCP വലിയൊരു പദ്ധതിയാണ്, റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. മേക്കോങ് ഗംഗ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ വേദികളിൽ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ RCPയിലാണെങ്കിൽ നമുക്ക് സ്ട്രോങ് ഹോൾഡ് ഉള്ള കുറച്ച് മേഖലയുണ്ടെന്ന് വിചാരിച്ചോളൂ. സ്റ്റീല്, അഗ്രികൾച്ചർ, ഇവിടെയും എല്ലാം IT എന്നാണ് നമ്മുടെ ഒരു കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ ഏരിയാസും RCPയിലേക്ക് വിട്ടുകൊടുക്കണം എന്നാണ് RCPയുടെ ധാരണ. ബട്ട് അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടത്തുള്ള മെറ്റീരിയൽസ് എല്ലാം ഇന്ത്യൻ മാർക്കറ്റ്സിൽ ഫ്ലഡായി നമ്മുടെ ഫാർമേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡസ്ട്രിക്ക് അത് സപ്പോർട്ടീവ് ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒപ്പിടില്ല എന്നതാണ് പറഞ്ഞത്. ബട്ട് അതിനുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് അതിന്റെ പാർട്ട്ണർഷിപ്പ് നഷ്ടപ്പെടും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ലാസ്റ്റ്ലി നമ്മൾ എന്തോ ധാരണയോട് കൂടിയിട്ട് ഏകദേശം അത് ഒപ്പിടാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ദാറ്റ് ഈസ് അഗെയിൻ അവർ ഫോക്കസ് ഓൺ സേ ASEAN countries. Why we are engaging with these countries in a larger periphery or to the larger extent. Okay. Then പറയുന്നതാണ് ഗുജറാൾ ഡോക്ട്രിൻ. When IK Gujral became the prime minister at that time, he also said that ഇന്ത്യക്ക് നൈബർഹുഡ് റിലേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ, നമുക്ക് അവരായിട്ട് ഭയങ്കര കോർഡിയൽ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന പോളിസിയിൽ മുന്നോട്ട് നിൽക്കാം. ഓക്കെ, അവരായിട്ടുള്ള ധാരണകൾ ഇനിയും കൂട്ടാം എന്ന് നമ്മൾ പ്രസ്താവിച്ചത് ഗുജറാൾ ഡോക്ടറിലൂടെയാണ്. സോ ഇതിലൂടെ അദ്ദേഹം പറഞ്ഞു നമുക്ക് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാൽദീവ്സ്, നേപ്പാൾ, ശ്രീലങ്ക ഈ രാജ്യങ്ങളുമായിട്ട് വരുന്ന കുറെ ഭാഗങ്ങളിൽ എന്തെങ്കിലും കൺസേൺസോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശാണ് നമ്മുടെ ഏരിയ കൺസേൺഡ്. കുറെ റെഫ്യൂജീസിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബോർഡർ അഗ്രിമെന്റിലൂടെ നമ്മൾ അതിനൊരു ധാരണയിൽ എത്തി. ഓക്കെ, ഇപ്പൊ നേപ്പാള്, ഭൂട്ടാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളായിട്ടുള്ള ടെറിട്ടോറിയൽ എന്ന് പറയുന്നതിനെയും കാട്ടിലും ടെറിട്ടോറിയൽ ഒരു ധാരണ അവിടെയിലൂടെ ഇൻസർജൻസിനെ വിടാതിരിക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേപ്പാളിന് ആവശ്യമായിട്ടുള്ള എയ്ഡുകൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗ്യാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ കറൻസിയാണ് അവിടെ ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം റിലേറ്റഡ് എല്ലാ അഗ്രികൾച്ചറലോ നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സോ എയ്ഡ്സോ കൊടുത്തിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ഡെമോക്രാറ്റിക് വൈസ് അവിടെ ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ നമ്മൾ കുറെ പിന്നീട് സഹായിച്ചു എന്നുള്ള
കാര്യങ്ങൾ. ഓക്കെ, ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് ഗുജറാളിന്റെ സിമ്പിൾ പോളിസി അതായിരുന്നു, നമ്മൾ കുറച്ച് ഭാഗങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള റിലേഷൻസ് കൂടുതൽ കോഡിയലാവും. ആ ഒരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് പറഞ്ഞത്. അതിന് ഒരു 5 ബേസിക് പഞ്ചശീൽ എന്നുള്ള രീതിയിൽ 5 പോളിസിയും അദ്ദേഹം ഡിവൈസ് ചെയ്തു. that is we should have cordial relations with countries like Bangladesh, Bhutan, Nepal, Sri Lanka for that matter. India should not ask for repository. അവരായിട്ട് കൂടുതൽ ഫേവേഴ്സ് ചോദിക്കുന്നതിന് പകരം give them what they want in good faith. Okay, no Asian country, ഈ പറയുന്ന ഏഷ്യൻ country should allow its territory to be used against the interest of another country. Okay, ആ ഒരു ആശയം. No country should be interfering in the internal affairs of another country. Each country which is in this neighborhood should respect each other's territorial integrity and sovereignty. Plus, all the issues with our neighborhood should be settled with bilateral negotiations. ഈ കാര്യങ്ങളാണ് ഗുജറാത്തിൽ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോഴും നമ്മളും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ അത് ഈ പറയുന്ന ആസ്പെക്ട്സും കൂടി മുൻനിർത്തിയിട്ടാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, പീസ്ഫുൾ ടോക്സ്, ഓരോ അഗ്രഷനും ഉണ്ടാവാൻ പാടില്ല. കൂടുതൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ കൊടുത്ത് അവരെ സഹായിക്കും എന്നൊരു ആസ്പെക്ട് മുൻനിർത്തിയിട്ട്, ബട്ട് സെക്യൂരിറ്റിയുടെ ആസ്പെക്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോളിസിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയത്. ഓക്കെ, സോ അതിന് കുറേയൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ ചൈനയുമായിട്ടുള്ള കുറേ ഇഷ്യൂസ് ചില ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. നേപ്പാൾ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് കുറേ അധികം സ്ട്രാങ്കിൾഡ് ആയിട്ടുണ്ട്. ഓക്കെ, മാൽദീവ്സ് ഇന്ത്യയുമായിട്ടുള്ള ഇഷ്യൂസ് കുറേ സ്ട്രാങ്കിൾഡ് ആയിട്ടുണ്ട്. ശ്രീലങ്ക ചൈനയുമായിട്ടുള്ള അഫിലിയേഷൻസ് നമുക്ക് വലിയ ദോഷം ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശിലും ഇറ്റ് ഈസ് ട്രൈങ്, ചൈന ഈസ് ട്രൈങ്. ഓക്കെ, ദാറ്റ് ഓൾസോ മേ ബി ഇഫ് അനദർ റെജീം കംസ്, ഷെയ്ഖ് ഹസീന അല്ലാതെ എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഭൂട്ടാൻ ഇസ് സ്റ്റിൽ സപ്പോർട്ടീവ് ഓഫ് ഇന്ത്യ. സോ ഈ കാര്യങ്ങളാണ് നമ്മൾ നൈബർഹുഡിൽ നോക്കുന്നത്. സോ ടു സ്ട്രെങ്തൻ അവർ neighborhood relations and foster our relations with neighborhood, maybe this Gujarat doctrine has helped us. Okay, then നമ്മൾ നോക്കുന്നത് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള റിലേഷൻസ് ആണ്. ഇപ്പോൾ സെൻട്രൽ ഏഷ്യ പറയുമ്പോൾ റഷ്യ, ഓക്കെ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, താസാക്കിസ്ഥാൻ. ഓക്കെ, താപി പൈപ്പ് ലൈൻ എന്നുള്ളത് കുറച്ച് ഈ ഭാഗത്തിലൂടെ പോയിട്ടുണ്ടായിരുന്നു. മിനറൽ റിസോഴ്സസ്, നാച്ചുറൽ ഗ്യാസിന്റെ എക്സ്ട്രാക്ട്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ഈ കുറച്ച് രാജ്യങ്ങൾക്ക് ഡിഫൻസ് മെറ്റീരിയൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷാങ്ഹായ് കോപ്പറേഷൻ അഗ്രിമെന്റിന്റെ ഭാഗമായത് ഈ പറയുന്ന സെൻട്രൽ യൂറേഷ്യൻ പൊളിറ്റിക്കൽ വിങ്ങിന്റെ ഒരു യൂഫ ഡയലോഗിൽ റഷ്യ നമ്മളതിനെ പാർട്ട്ണർ ആക്കിയപ്പോഴാണ് ചൈന പിന്നീട് പാകിസ്ഥാനെ ഷാങ്ഹായിന്റെ പാർട്ട്ണറാക്കി. ഓക്കെ, സോ വെൻ ദിസ് കംസ് ഇൻ, നമുക്ക് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, മിനറൽ റിസോഴ്സസിന്റെ എക്സ്ട്രാക്ട്സ് വളരെ എളുപ്പത്തിൽ നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിക്കാൻ സഹായകമാവുന്ന ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ INSTC നമ്മൾ ഉപയോഗിക്കുന്നു. സെൻട്രൽ ഏഷ്യൻ പോളിസിയിൽ നമ്മുടെ കൺസേൺ അതാണ്. സെക്കൻഡ് ഇസ് സേ റഷ്യയും മറ്റുള്ള രാജ്യങ്ങൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ തരുന്നു. ഓക്കെ, ദെൻ സേ അഷ്ടബംഗാൻ ട്രീറ്റി വെക്കാറുണ്ട്. വീണ്ടും ഈ പറഞ്ഞ ഒരു ചീപ്പ് മിനറൽസും നാച്ചുറൽ ഗ്യാസും എക്സ്ട്രാക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഈ പറയുന്ന സെൻട്രൽ ഏഷ്യൻ ടൈപ്സ് നമുക്ക് അവിടെ ഉപകരിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഓൺലി reason why we are going with a relation with Central Asian countries. Okay, so I hope like we have finished this chapter. Anything more which you have to ask, you can ask. സോ ആദ്യം നമ്മൾ വൈ ഫോറിൻ പോളിസി എന്നുള്ള രീതിയിൽ പഠിച്ചു. ദെൻ സേ ഏരിയാസ് പഠിച്ചു. ദെൻ സേ യാ ഓക്കെ, ഭാവന പറഞ്ഞു.
സാർ ഇപ്പോ സാർ വായിച്ച ഈ മെറ്റീരിയൽ ഏതാന്ന് പറഞ്ഞ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും. ഇതിന് ബുക്സ് ഈ ഫോറിൻ പോളിസിക്ക് ഒന്നും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോ നിങ്ങൾക്ക് അതിന്റെ ഒരു ബുക്ക്, ഒരു ഔട്ട്ലുക്ക് കാണണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പോരെ, നൈബർഹുഡ് റിലേഷൻസ് തുടങ്ങുമ്പോ പോരെ. ഇതിന് കൂടുതലും നിങ്ങൾ സിവിൽസ് ഡയലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉപയോഗിച്ചു. SCI. സാർ ആക്ച്വലി സാറ് പറഞ്ഞ പാക്സ് ഇൻഡിക്ക എന്നുള്ള ബുക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതിലിങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ഇല്ല, അത് ജസ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പുസ്തകം, ഓക്കെ, അതും അതിനൊക്കെ സഹായിക്കുള്ളൂ. പിന്നെ പവനീത് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിനോൺഡ് ഓതർ, എലിഫന്റ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് കൂടെ ഉണ്ട്. അപ്പൊ അതിലും അതൊന്നും നമുക്ക് അത്രയും ഉപകരിക്കുന്നല്ല. ഇന്റർനാഷണൽ റിലേഷൻസ് നമുക്ക് കൂടുതൽ വേണ്ട മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സൈറ്റ് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അതിൽ ഇന്ത്യ, ശ്രീലങ്ക, ഇന്ത്യ, ബംഗ്ലാദേശ്, നൈബർഹുഡ് കൺട്രീസ്, P5 നേഷൻസ്, ഡിഫൻസ് ടൈസ്, അങ്ങനെ വരുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. PIBയിൽ കിട്ടും, അതിൻ്റെ നോക്കാം. ദെൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ സൈറ്റ് റെഫർ ചെയ്യാം, അത് IR പറ്റുന്നതാണ്. പിന്നെ സിവിൽസ് ഡയലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്പിൽ പൊതുവെ അത് അവർ അപ്ഡേറ്റ് ആയിട്ട് വെക്കാറുണ്ട്. ഞാൻ ഇനിയിപ്പോൾ നിങ്ങളുടെ ഫർദർ വരുന്ന ക്ലാസ്സിന് അതിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്കായിരിക്കും എടുക്കുക. ഓക്കെ, അതിൽ എടുക്കാറുള്ളത്. അപ്പൊ അതും ഉപയോഗിച്ചാൽ ധാരാളമാണ്. വേറെ ഒരു ബുക്ക് എന്നുള്ളത് സജസ്റ്റ് ചെയ്യാനില്ല, അതൊരു ഓവറോൾ ഔട്ട്ലൈനാണ്. ഞാൻ പ്രിപ്മേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന്റെ പുസ്തകം എടുക്കാറുണ്ട്. ഞാൻ കാണിക്കാൻ പറ്റുന്നത് കാണിച്ചു. You can see, കാണുന്നുണ്ടോ? ഇല്ല സർ. ഇല്ല സർ. ഞാൻ ടൈപ്പ് ചെയ്ത് തരാം. പിന്നെ സ്പെക്ട്രത്തിന്റെ ഒരു ബുക്ക് കിട്ടും, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഇത് ഭാവന, like which you asked me, is available in your Lakshmikant textbook. ഇത് ബുക്കാണ്, ഇത് ഡയറക്റ്റ് ബുക്കാണ്. സിവിൽസ് ഡെയിലി ആപ്പ് PDF മാതിരിയാണ് നമുക്ക് കിട്ടുക. സർ ലക്ഷ്മികാന്തിന്റെ ഏത് ബുക്കിലാണ്? ലക്ഷ്മികാന്തിന്റെ പൊളിറ്റി ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പേജിലൊക്കെയാണ് കാണിക്കുക. പഴയ ബുക്കൊക്കെ ആണെങ്കിൽ 72nd ആണ്. സർ എൻ്റെ കയ്യിലുള്ള ലേറ്റസ്റ്റ് എഡിഷൻ, അപ്പൊ അതിൽ ലാസ്റ്റ് ആയിരിക്കും. ലാസ്റ്റിൽ. ഇത് വളരെ സിമ്പിളും പ്രിസൈസുമായിട്ടും കുറെ ഇന്റർനാഷണൽ ഗ്രൂപ്പിംഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രിപ്മേറ്റ്. ഓക്കെ, ഈ പബ്ലിക്കേഷൻസിനെയാണ്. പിന്നെ യുണീക്ക് പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബുക്ക് ഇപ്പോൾ ലൈബ്രറിയിലാണ്, ഒരു ചുവന്ന കളറിൽ കിട്ടാറുണ്ട്. സ്പെക്ട്രത്തിന്റെ ഉപയോഗിക്കാം, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഓക്കെ, ഇവരുടെ ഉപയോഗിക്കാം. പിന്നെ പവനീത് സിംഗിന്റെ ഉണ്ട്, അത് ഭയങ്കര ഹാർഡ് ടു ഡൈജസ്റ്റ് ആയിരിക്കും. ആ പുസ്തകം നമുക്ക് ദഹിച്ചെടുക്കാൻ പാടാണ്, ഇത്തിരി അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് സജസ്റ്റ് ചെയ്യില്ല. പിന്നെ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന പോർഷൻസ്, ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന നൈബർഹുഡ് റിലേഷൻസ് ആണ്. അപ്പോൾ പൊതുവെ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുക. പിന്നെ അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും IR-ൽ.
അപ്പോൾ നിങ്ങൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഞാനത് നിങ്ങൾക്ക് അന്ന് പറഞ്ഞിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സൈറ്റ് പോവുക, gov.in ഗവൺമെന്റിന്റെ സൈറ്റിൽ പോകേണ്ടി വരും. ഓക്കെ, ദെൻ സിവിൽസ് ഡെയിലി എന്നുള്ള ഈ ആപ്പ്, ഈ മൂന്നും നോക്കിയാൽ തന്നെ ധാരാളമാണ്, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. IR-ന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GS2ലേക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ റിലവൻറ്റ് ഇമ്പോർട്ടൻറ്റുമാണ്. പ്രിലിംസിന് നോക്കുകയാണെങ്കിൽ മാക്സിമം ജോഗ്രഫിയും ഇതും കൺസേൺഡ് ഒരു 4 ക്വസ്റ്റ്യൻ വരും, മാക്സിമം 4 questions, നോട്ട് മോർ ദാൻ ദാറ്റ്. ഓക്കെ, IR-ന്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പേപ്പറിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. കറണ്ട് അഫയേഴ്സിന് ഏതെങ്കിലും റിലയബിൾ ആയിട്ടുള്ള ഒരു സൈറ്റ് പറഞ്ഞുതരാമോ സർ? കാരണം ഒത്തിരി സൈറ്റ്സ് ഉള്ളതുകൊണ്ട് ഏതൊക്കെയാ പഠിക്കേണ്ടത്, ഒത്തിരി വാസ്റ്റ് ആയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ ഒരു സൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റില്ല, വേരിയസ് സോഴ്സസ് എടുക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ട ആഴ്ചക്ക് ഒരിക്കൽ കമ്പൈൽ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു PIB.India എന്ന സൈറ്റ് പോയിട്ട് മിനിസ്ട്രീസിന്റെ ഓരോ കൺസേൺ മിനിസ്ട്രിയുടെ ഒരാഴ്ചക്കുള്ളിൽ അവർ മാക്സിമം 10ഓ 12ഓ ഇല്ലാതിരിക്കുക, ചിലപ്പോൾ 7ഓ 8ഓ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് മിനിസ്ട്രി വൈസ് കിട്ടും, അതിൻ്റെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. PRS.India ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള ബിൽസ് ഉണ്ടാവും. അത് അപ്രൂവ്ഡ് മാത്രം, പെൻഡിങ് അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അപ്രൂവ്ഡ് മാത്രം ഒരാഴ്ചത്തേക്കുള്ളത് എടുക്കുക. ഓക്കെ, രണ്ടാമത്തെ നിങ്ങൾക്ക് കിട്ടി. ഇനിയിപ്പോൾ സയൻസ് ഇതിൻ്റെയൊക്കെ പോവുകയാണെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞു, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സൈറ്റിൽ പോയിട്ട് അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോവിഡിനെ സംബന്ധിച്ചിട്ട് വന്നിട്ടുള്ള ടെക്നോളജി ഇൻവെൻഷൻസും നമുക്ക് അതിൽ കാണാൻ പറ്റും. അതൊന്ന് എടുത്താൽ മതി, ധാരാളമാണ്. ദെൻ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്ട്രിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എൻവയോൺമെന്റ് റിലേറ്റഡ് കറണ്ട് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും, അതെടുക്കാം. ഓക്കെ, ISROന്റെ പുതിയതായിട്ട് വന്നിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വരുന്ന ISROന്റെ സൈറ്റിൽ പോയി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ടെക്നോളജിയുടെ മാത്രം എടുത്താൽ മതി. ഇത് വീക്ക്ലി വൺസ് നിങ്ങൾ ചെയ്താൽ ധാരാളമാണ്, ഇത്രയും വേണ്ടു. ഇതിലിപ്പോ പൊളിറ്റി വന്നു, ദെൻ എക്കണോമിക്സ് ആയിട്ട് റിലേറ്റഡും എല്ലാ ലെജിസ്ലേഷൻ സ്കീംസും കറണ്ട് അഫെയർ റിലേറ്റഡ് ഇതേ സൈറ്റ്സിൽ അവൈലബിൾ ആണ്. എൻവയോൺമെന്റ് ഞാൻ പറഞ്ഞു, മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് അതിൻ്റെ ഉണ്ടാവും, ISROന്റെ ഉണ്ടാവും, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആൻഡ് ടെക്നോളജി എന്ന് എടുക്കാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഈ ഏരിയയിലേ വരുന്നുള്ളൂ, ഇത് മാത്രമേ നമുക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി. പിന്നെ കൾച്ചറൽ മിനിസ്ട്രിയുടെ സൈറ്റിൽ പോവാം. ഇവിടുന്ന് പോയി ആഴ്ചയിൽ ഒരിക്കൽ ഇതിന്ന് അപ്ഡേറ്റ് ആയിട്ട് വരുന്ന കറണ്ട് അഫെയർ ഒരു ഫോൾഡറിലേക്ക് ആക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ഓൾറെഡി പത്രം വായിക്കുന്നുണ്ട്, പത്രം വായിക്കുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിന്റെ റിലവൻ്റ് ആയിട്ട് തോന്നുന്ന കറണ്ട് അഫെയർ ആണ് നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നത്. വേറെ ഏതെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ സൈറ്റിൽ ഉപകരിക്കുന്നത്. നമുക്ക് ആ പറഞ്ഞ ഒരു മെറ്റീരിയൽ മാത്രം റിലയബിൾ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ വിഷൻ നോക്കും, അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് നോക്കും, അല്ലെങ്കിൽ IS ബാബ നോക്കും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എഡിറ്റേഴ്സോ ഇവരോ ആ ദിവസങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് മാത്രമായിരിക്കും അതിൽ വെക്കുന്നത്. പിന്നെ ഒരു വർഷത്തെ കമ്പൈലേഷൻ ലാസ്റ്റ് നാഷണൽ ടെസ്റ്റ് സീരീസ് ഒക്കെ വരുന്നതിന് മുമ്പാണ് അവർ കമ്പൈലേഷൻ കൊടുക്കാറുള്ളത്. അപ്പൊ അതുവരയ്ക്കും നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അത് നമ്മളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഓക്കെ, അതിനാണ് ഞാൻ പറഞ്ഞത് കറണ്ട് അഫയേഴ്സിന് നമ്മൾ ഈ സൈറ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്താലേ നമ്മുടെ കംപ്ലീഷൻ ആവുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. എല്ലാ ദിവസം ചെയ്യുകയാണെങ്കിൽ അതും ബെസ്റ്റ്. എല്ലാ ദിവസവും ഇപ്പൊ നിങ്ങൾ PIB ഇതിലൊക്കെ പോയി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി ആഡ് ചെയ്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം വീണ്ടും ആ സൈറ്റിൽ പോയിട്ട് ഹാർഡ്ലി 15-20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. പിന്നെ യോജന കുരുക്ഷേത്രയൊക്കെ വായിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് അതിൽ വന്നാൽ മാത്രമേ നിങ്ങൾ വായിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ അത് നമ്മൾ പ്യൂർലി സജസ്റ്റ് ചെയ്യുന്ന മാഗസീൻസ് ഒന്നുമല്ല. പിന്നെ പത്രം എന്തായാലും വായിക്കണം. പത്രം വായിക്കുന്ന സമയത്ത് A to Z ഈ സിലബസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. സിലബസിന്റെ കറണ്ട് അഫെയറിൽ ഏത് ഭാഗങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു 50 മിനിറ്റ്സ് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഫസ്റ്റ് ഹാഫ് മോർണിംഗിൽ പേപ്പർ വായിക്കാൻ ശ്രമിക്കുക. ലേറ്റർ ഓൺ ഈവനിങ് വരുന്ന സമയത്ത് ഈ സൈറ്റ്സിൽ പോയിട്ട് അതിന്റെ കറണ്ട് അഫയേഴ്സ് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഏറിപ്പോയ 15 മിനിറ്റ്സ് ഓഫ് ന്യൂസ് പേപ്പർ റീഡിങ് ഇതിനായിട്ട് ഒരു മണിക്കൂറും അല്ലെങ്കിൽ 50 മിനിറ്റ്സ് ചെലവഴിച്ചാൽ മതി. ബാക്കി നിങ്ങൾ ചെറിയ ചെറിയ ടോപ്പിക്സ് അല്ലേ റിവൈസ് ചെയ്യുന്നുള്ളൂ.
ഇപ്പോൾ പൊളിറ്റിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തത് ഞാൻ ആ ക്ലാസ് എടുത്തതിൻ്റെ എൻ്റെ പ്രിപ്പറേഷൻ്റെ ടൈം പറഞ്ഞാൽ 1 മണിക്കൂറാണ്. നിങ്ങൾ എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട് എന്നുള്ള അറിയില്ല. സേലിയൻ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു അത്രയും ഡെപ്തിൽ വായിക്കേണ്ട ആവശ്യവും ഇല്ല എന്നുള്ളത്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് നോക്കേണ്ടത് അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതേമാതിരി ഓരോ ടോപ്പിക് വൈസ് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചതിൻ്റെ മൈൻഡ് മാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പരിപാടി നിങ്ങളുടെ കഴിഞ്ഞു. റിവിഷന് പിന്നെ ആ മൈൻഡ് മാപ്പ് മാത്രം നോക്കിയാൽ മതിയോ? ഓക്കെ, ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. ഇന്നിപ്പോൾ എന്തായാലും നിങ്ങൾ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചോളൂ. ഐ വിൽ സീ ഹൗ യു ആർ പ്രിപ്പയർഡ് ദ സെയിം. പിന്നെ മൈൻഡ് മാപ്പിൻ്റെ ഈ പറയുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ഏരിയാസിൻ്റെ മൈൻഡ് മാപ്സ് കിട്ടുന്ന ഒരു സൈറ്റും ഒരു ഇതും എനിക്കറിയാം. ഞങ്ങളത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ബട്ട് നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ലൈക്ക് പ്രിപ്പറേഷൻ നിങ്ങളുടെ സൈഡിൽ നിന്നും വേണം. എല്ലാം നമ്മൾ തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു വോണ്ട് റിവൈസ് എനിത്തിങ്. അപ്പോൾ ഞാനത് വീക്ക്ലി ആയിട്ടും കുറച്ച് ഏരിയാസ് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കുന്ന ടോപ്പിക്സ് ആയിട്ട് റിലവൻ്റ് ആയിട്ട് വരുന്ന മൈൻഡ് മാപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അതിന് ചിലപ്പോൾ നമ്മൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ടുതരാം. മൈൻഡ് മാപ്സ് സെക്ഷൻ ഫോർ ദ വീക്ക്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഞങ്ങൾ മന്ത്ലി ഡൈജസ്റ്റ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതെന്തായാലും തരും. വീക്ക്ലി ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുക, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് സായി ശ്രുതി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ഏരിയാസിൽ നിന്ന് വരുന്നതും. ബട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഞങ്ങൾ തരുന്നത് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവില്ല. That is why I am suggesting that you too have to take in current affairs from these sites. ഡെയിലി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ലോഡ് അത്രയും കുറവാണ്. എന്താ വെച്ചാൽ 10-15 മിനിറ്റ് നോക്കുള്ളൂ. വീക്ക്ലി ആണെങ്കിൽ ഒരു ദിവസം സേ 2 to 3 hours സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റർഡേസ് ഓർ സൺഡേസ് നിങ്ങൾക്ക് ഈ പറയുന്ന സൈറ്റിൽ നിന്നെല്ലാം കറണ്ട് അഫയേഴ്സ് കിട്ടുകയും ചെയ്യും. നത്തിങ് ടു വറി. അത് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയി ചെയ്ത് കഴിഞ്ഞാൽ യുവർ കറണ്ട് അഫയേഴ്സ് ഇസ് അപ്ഡേറ്റഡ്. വെൻ യു ഗോ ഫോർ സേ 1 month 2 month കമ്പൈലേഷൻ എടുക്കാൻ നിന്നാലാണ് പിന്നീട് കറണ്ട് അഫയേഴ്സ് ഹെവി ആയി തോന്നുന്നത്. ദാറ്റ് ഈസ് വൈ അതിന്റെ ക്ലാസ്സസ് ഞാൻ മുൻനിർത്തി ഫസ്റ്റ് എടുക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, പറഞ്ഞു സർ. മൈൻഡ് മാപ്പ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ സർ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയാണ് സാർ തോന്നുന്നത് PDF വായിക്കുമ്പോൾ? അതെ, എല്ലാം ഇമ്പോർട്ടന്റ് ആയിരിക്കും. അത് നിങ്ങൾ മൈൻഡ് മാപ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ റിവിഷൻ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ എടുത്ത പൊളിറ്റിയുടെ 3 ചാപ്റ്റർ നിങ്ങൾക്ക് പേജസ് ആയിട്ട് വായിച്ചു പോകണമെങ്കിൽ 20 പേജ് എടുക്കണമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾ മൈൻഡ് മാപ്സ് ചെയ്യുമ്പോൾ 3 പേജിലല്ലേ ചെയ്യുന്നത്. ഹാർഡ്ലി 3 അല്ലെങ്കിൽ 5 പേജിലും മൊത്തം ഡിസിഫർ ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഏതാ എളുപ്പം, വീണ്ടും 20 പേജുകൾ വായിച്ചതിന്റെ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നതാണോ അതോ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്ത് പഠിക്കുന്നു? സർ, ഒരു ഹെഡിങ് ചെയ്തിട്ട് അതിന്റെ സബ് ഹെഡിങ് അങ്ങനെയായിട്ട് ചെയ്താൽ മതി. ഞാൻ അതിന്റെ എക്സാമ്പിൾ ആണല്ലോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ മെയിൻ ഹെഡിങ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ അണ്ടർ പിന്നിങ്സ് എഴുതി, ചാർട്ടർ ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് കഴിഞ്ഞ് അതിന്റെ മേജർ ആയിട്ടുള്ള 5 പോയിന്റ്സ് താഴ്ത്തി മാർക്ക് ചെയ്യാം. ഇപ്പുറത്ത് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് കാണിച്ചു, 1833 ചാർട്ടർ ആക്ട്. അതിന്റെ മേജർ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജിന്റെ ഉള്ളിൽ നിങ്ങൾ എല്ലാ ആക്ടുകളും പഠിച്ചു തരും മേജർ ആയിട്ടുള്ള. വീണ്ടും ബുക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അതാ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. അതാണ് ഒരു നോട്ട് മേക്കിംഗ് സിവിൽ സർവീസ് ആസ്പിറന്റ് എന്ന് പറയുമ്പോൾ. പിന്നെ ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് നോട്ട് എഴുതി, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വീണ്ടും വായിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്ന ആ പോയിന്റ്സ് മാത്രമാണ് ഞാൻ ക്ലാസ്സിൽ പറയുന്നത്. അത് മാത്രം ഷോർട്ട് നോട്ടായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് റെഫർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ മാതിരി ഇനിയും നിങ്ങൾ റിവൈസ് ചെയ്യാൻ പോകുന്ന മൈൻഡ് മാപ്പ് ഉണ്ടാക്കി ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ചിട്ടായിരിക്കും ആ മൈൻഡ് മാപ്പ് ഉണ്ടാകും. അപ്പോൾ ഒരു റിവിഷൻ ആവും. പിന്നെ ആഴ്ചകളിൽ ഇനി നിങ്ങളുടെ എല്ലാ ടോപ്പിക്കും ഒന്ന് കവറായിട്ട് വരട്ടെ പറഞ്ഞിട്ട് പിന്നെ MCQ ടെസ്റ്റ് ഇടും. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്സ് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളൊരു അസംഷൻ കിട്ടും. പിന്നീട് നിങ്ങൾ ഇനിയിപ്പോൾ ഒന്ന് കറണ്ട് അഫെയർ 1-2 ആഴ്ചയിലായിട്ടുള്ളൂ, ഒരു മാസത്തെ കഴിഞ്ഞിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് സീരീസ് ഇടാം. അപ്പോൾ ഏതൊക്കെ മേഖലയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള വീണ്ടും അസംഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കറണ്ട് അഫെയർ ആയിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആവും, സബ്ജക്ട് വൈസ് പ്രിപ്പയർഡ് ആവും, റിവിഷൻ വൈസ് പ്രിപ്പയർഡ് ആവും. സിവിൽ സർവീസ് ആസ്പിറന്റ് ഒരിക്കലും ആ ഒരു ലാഘം എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കറണ്ട് അഫെയറിൻ്റെയോ സബ്ജക്ട് വൈസോ പുറകോട്ട് പോയാലുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പൊളിറ്റീവ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ,
ഏൻഷ്യന്റ് മെഡിവൽ വേണമെങ്കിൽ 5 ദിവസം കൊണ്ട് കവർ ചെയ്യാം. അതിനുള്ള മാർഗങ്ങളൊക്കെ ഒരുപാടുണ്ട്. ബട്ട് അതിനു മുമ്പ് അത് നിങ്ങൾക്ക് സിലബസ് എടുത്ത് പറഞ്ഞു തരുമ്പോഴാണ് പിന്നീട് എങ്ങനെ അത് 5-10 ദിവസം കൊണ്ട് വായിക്കുക എന്നുള്ളത് കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അതിന് ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ഇപ്പോൾ പറയുന്ന പോർഷൻസ് അപ്പോൾ റിവൈസ് ചെയ്യുക. ബാക്കിയുള്ളത് ഞാൻ ആ നാഷണൽ ടെസ്റ്റ് സീരീസ് എത്തുന്ന സമയത്ത് വീണ്ടും അതിന് കുറേ പോളിസീസോ സ്കീംസും ഉണ്ട്, എങ്ങനെ പെട്ടെന്ന് കവർ ചെയ്യാന്നുള്ളത്. അതിനുള്ള മെറ്റീരിയൽസും ഒക്കെ ഞങ്ങൾ തരുന്നുണ്ട്. ഓക്കെ, ടിൽ ദെൻ ഫോളോ the instructions as per the institute says. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് ഭാവന ഞങ്ങളും ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു, ഒരു സൈറ്റ് റെഫർ ചെയ്യുമായിരുന്നു, ബാക്കി കിട്ടാത്തത് PIB നിന്ന് ഒരു വീക്കിലി അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്ക് കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു സിംഗിൾ സോഴ്സിനെ റിലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മെറ്റീരിയൽസ് മാത്രമാണെങ്കിൽ ന്യൂസ് പേപ്പറിന്റെ മാത്രമാണെങ്കിൽ vision.org എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്, നോക്കോളൂ. ജസ്റ്റ് മറ്റേ ന്യൂസ് പേപ്പറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അതിൽ കവർ ചെയ്ത് തരാം, ആർട്ടിക്കിൾസ്, ന്യൂസ്. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത് വളരെ കുറവാണെന്നുള്ളത്. യു തിങ്ക് അറ്റ്ലീസ്റ്റ് ഒരു 7-8 മേഖലയെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി. എഡിറ്റോറിയൽസ് നിങ്ങൾക്ക് അത്രയും ഡെപ്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു GS-നായിട്ടുള്ള നോട്ട്സിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ആയിട്ടുള്ള ഇപ്പോൾ പൊളിറ്റിയുടെ മെയിൻലി ഒരു ദിവസത്തെ ഹിന്ദു പേപ്പർ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 4-5 പോയിന്റ്സേ കറണ്ട് അഫെയറെ കാണുള്ളൂ. അത് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്താൽ മതി. എക്കോളജിയുടെ കുറവായിരിക്കും, എല്ലാ ദിവസവും വരാറില്ല. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എല്ലാ ദിവസവും വരാറില്ല, എക്കണോമിക്സിന്റെ എല്ലാ ദിവസവും വരാറില്ല. അപ്പൊ അന്നത്തെ ദിവസം 1-2 അവൈലബിൾ ഉണ്ടെങ്കിൽ അത് മാത്രം ജോട്ട് ഡൗൺ ചെയ്ത് വെച്ച് നമ്മുടെ പണി കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ അതൊന്ന് പേപ്പറിന്ന് നമുക്ക് അതിന്റെ ഒന്നും കാണാൻ പറ്റില്ലെങ്കിൽ വീണ്ടും അത് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഈ സൈറ്റിൽ പോയാൽ മതി, അത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. That is how you go along with current affairs. We can't suggest one single book or site where you can refer all these things and go ahead. ഇട്ടിട്ടുണ്ടാവും, ബട്ട് അത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോരാന്നേ പറയും. ഓക്കെ, മാഗസീൻസിലൊന്നും പോകണ്ട, ദാറ്റ് വോണ്ട് ഹെൽപ്പ് യു. GNK കറണ്ട് അഫയേഴ്സിന് വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ. ദാറ്റ് മാഗസീൻ ഐ ക്യാൻ സേ ലൈക്ക് യു ക്യാൻ ഗോ അഹെഡ് വിത്ത് ദ സെയിം. പിന്നെ എല്ലാതിൻ്റെയും കറണ്ട് അഫയേഴ്സ് ആയിട്ട് സജസ്റ്റഡ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ റിലവൻറ്റ് ടോപ്പിക്സും എൻ്റെ കറണ്ട് അഫെയർ എന്നുള്ള രീതി ആ ടോപ്പിക്സ് ആയിട്ടാണ് മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അരഹിന്ദ് പബ്ലിക്കേഷൻസിന്റെ ലേറ്റസ്റ്റ് എഡിഷൻ കറണ്ട് അഫയേഴ്സ്. സർ, അഫയേഴ്സ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് സാർ അന്ന് ക്ലൗഡ് അഫയേഴ്സ് എന്നാ പറഞ്ഞത്, പക്ഷെ അത് ആക്ച്വലി അഫയേഴ്സ് ക്ലൗഡ് എന്ന് അടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അവര് ഡെയിലി പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സ്. അത് സ്റ്റേറ്റ്സിന്റെ ഉപയോഗിക്കാൻ നല്ലതാണ്. സ്റ്റേറ്റ്സിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലൗഡ് അത് ഉപയോഗിച്ചോളൂ. കറണ്ട് അഫെയർ നമുക്ക് ഒരു എളുപ്പ വഴി എന്ന് പറയാനില്ല. ഞാൻ പറഞ്ഞു ഒരു സൈറ്റിൽ നിന്ന് റെഫർ ചെയ്തിട്ട് ഇതെല്ലാം പഠിച്ച് വേറൊരു സൈറ്റിൽ പോയാൽ ചിലപ്പോൾ ഇതല്ലാത്ത കുറെ കറണ്ട് അഫെയർ അതിൽ കണ്ടുവന്ന് വരും. ഓക്കെ, നമ്മൾ ഡെയിലി ഈ രീതിയിൽ അപ്ഡേറ്റ് ചെയ്താൽ വളരെ എളുപ്പം, അല്ലെങ്കിൽ വീക്ക്ലി വൺസ് അപ്ഡേറ്റ് ചെയ്താലും എളുപ്പം. ന്യൂസ് പേപ്പർ മോർണിംഗിൽ ഏറ്റവും ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് വായിക്കുക. ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് മോർണിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ വായിച്ചു കഴിഞ്ഞാലും മനസ്സിൽ നിൽക്കും. കറണ്ട് അഫയേഴ്സ് രാവിലെ വായിച്ചാലാണ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതൽ. ബോറിംഗ് ആയിട്ടും ഉറക്കമുള്ള സമയത്ത് വായിച്ചുകൊണ്ട് ഗുണം ഉണ്ടാവില്ല. അപ്ഡേഷൻസ് നിങ്ങൾക്ക് നൈറ്റിൽ ചെയ്താൽ മതി. ബിക്കോസ് ഈ പറയുന്ന സൈറ്റ്സിലും എല്ലാ അപ്ഡേഷൻസ് ഈവനിങ് ചിലപ്പോൾ 5 to 6 o'clock ശേഷമായിരിക്കും. അപ്പോൾ ആ ടൈം കഴിഞ്ഞ് നിങ്ങൾക്ക് നൈറ്റ് കടക്കാൻ പോകുന്നതിന് മുമ്പ് 1 മണിക്കൂർ ഉപയോഗിച്ചാൽ ധാരാളം. ഇതിനും നിങ്ങൾക്ക് ഒരു കറണ്ട് അഫെയർ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ പൊളിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന മൈൻഡ് മാപ്സ് എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് അതിൽ വെക്കാം. അല്ലെങ്കിൽ പൊളിറ്റിയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സ് എന്താണ് അത് ജസ്റ്റ് ഒരു പേപ്പറിൽ നിങ്ങൾ ജോട്ട് ഡൗൺ ചെയ്ത് അവിടെ വെക്കുക. പിന്നീട് അത് ആഴ്ചയിൽ ഒരിക്കൽ വേണമെച്ചാൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എക്കോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഏതാണോ അത് ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ആഴ്ചയിൽ ലാസ്റ്റിൽ നോക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് അഫെയർ അപ്ഡേറ്റഡ് ആവും.
അന്നന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു A4 സൈസ് പേപ്പറിൽ എഴുതി വെക്കുക. അതാത് മേഖലയിൽ കറണ്ട് അഫെയർ ആയിട്ട് നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ട് തോന്നിയത്. GS-ന്റെ എന്ന് പറഞ്ഞിട്ട് മെയിൻസിന്റെ വേറെ മാർക്ക് ചെയ്യുക. അപ്പൊ അതിൽ എഡിറ്റോറിയലിന്റെ ഇതും കവറാണ്. എഡിറ്റോറിയലിനെ ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് വായിക്കണം എന്നില്ല, അത് കൂടുതലും മെയിൻസിനാണ് ഉപകരിക്കുക. ബാക്കിയുള്ളതിന് ഈ പറയുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ രാവിലെ വായിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന എഴുതി ജോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ ഏതെങ്കിലും ബില്ല് ഉണ്ടാവും പൊളിറ്റിയുടെ, ഏതെങ്കിലും പോളിസി ഉണ്ടാവും, അപ്പൊ അത് 5 എണ്ണം അന്നത്തെ മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ വീക്കിൽ ലാസ്റ്റിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് റെഡിയാക്കി വെച്ചാൽ മതി. അങ്ങനെ ചെയ്താലും നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾ അന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന എല്ലാത്തിനെയും അവിടെ ചോക്ക് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മിസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ആ വീക്കിലി അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ ദിവസം ഉപയോഗിക്കും. അങ്ങനെ ചെയ്താലും ഓക്കെ. എനിത്തിങ് വിച്ച് ഇസ് കംഫർട്ടബിൾ ഫോർ യു, യു ക്യാൻ ഡിസൈഡ്. അരിഹന്ത് എന്നാണ്, ARIHANT. ഓക്കെ, ഇതിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? ഇത് വിഷന്റെ അവൈലബിൾ ആണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടാക്കി അതിൽ ഫർണിഷ് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ഇതിന്റെ PDF കാണിച്ചാൽ ഞാൻ PPT ഉണ്ട്. ദാറ്റ് 1 IAS ഹോൾഡറിന്റെ PPT ആണ്. അത് ഞാൻ പൊതുവെ എല്ലാ ബാച്ചുകൾക്കും കൊടുക്കാറുണ്ട്. അത് വേണമെച്ചാൽ അതും ഷെയർ ചെയ്ത് തരാം. ഓക്കെ, that we can do. Don't worry about the materials. Revise the things and make the mind maps. That is important for me. Okay, fine. Any further queries, doubts, preparation strategies? ഓക്കെ, ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫോറിൻ അഫയേഴ്സ് തുടങ്ങുന്ന സമയത്ത് IR തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ വെക്കുക. എന്നാൽ വരുന്ന ഭാഗങ്ങൾ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുക ഇന്ത്യ നൈബർഹുഡ് റിലേഷൻസ് ആണ്. ഓക്കെ, സോ അതിന് വേണമെച്ചാൽ ഇഫ് യു വോണ്ട് ടു ഹാവ് എ ബിഫോർ ഹാൻഡ് അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിങ് ദ സെയിം, ഇഗ്നോന്റെ മെറ്റീരിയൽസ് നോക്കോളൂ. ഇന്ത്യ ശ്രീലങ്ക, ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ ഭൂട്ടാൻ, മാൽദീവ്സിന്റെ ഒക്കെ നോട്ട്സ് കിട്ടും, ചെറുത് ഇഗ്നോന്റെ. ഓക്കെ, അപ്പൊ അതിലുള്ള പോയിന്റ്സ് ജസ്റ്റ് നോക്കി വെച്ചാൽ ധാരാളമാണ് ബിഫോർ യു കം ടു ദ ക്ലാസ്. ഓക്കെ, അല്ലെങ്കിൽ വലിയൊരു മെറ്റീരിയൽ ആണ് ഇന്ത്യാസ് ഫോറിൻ പോളിസി 2013. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കിട്ടും. അത് വലിയ ലെങ്തിയർ ആയിട്ടുള്ള പോർഷനാണ്, 2000 ചില്ലാനും പേജസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ശ്രീലങ്ക മേജർ ആയിട്ടുള്ള ഏരിയാസ് മാത്രം നോക്കിയാൽ മതി. അഗ്രികൾച്ചർ, ഡിഫൻസ്, ഫ്രണ്ട്ഷിപ്പ്, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നല്ലോ ഏത് ഏരിയാസാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതൊന്ന് മാത്രം പോയിന്റ്സ് നോക്കി വെച്ച് വായിച്ചു വെച്ചാലും ദാറ്റ് ഈസ് ഇനഫ് ഫോർ യുവർ പ്രിപ്പറേഷൻ ഫോർ ദ കമ്മിങ് ക്ലാസ്. ഓക്കെ, എന്നിട്ട് മൈൻഡ് മാപ്സ് ഒപ്പം ഉണ്ടാക്കി വെച്ചാൽ ദാറ്റ് വിൽ ആഡ് ടു യുവർ റെപ്പോസിറ്ററി. ഫൈൻ, എനി മോർ? Okay, this we can do. Materials don't worry. Yeah. ഡൗട്ട് സർ, നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആവും? Offline, the thing is, when the government gives an exemption, നമ്മൾ അതിനെ ശുഭപ്രതീക്ഷയിൽ തന്നെ നിൽക്കുക. ഇപ്പോൾ ഏകദേശം കേസസ് കുറഞ്ഞ് 1000-2000 എത്തിക്കഴിഞ്ഞാൽ ഓഫ്ലൈനിലേക്കുള്ള അനുമതി കിട്ടും. 30, 40, 50 ഉണ്ടായിരുന്നു, ഇപ്പോൾ 32 വന്നിട്ടുണ്ട്. ദെൻ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ വീണ്ടും ഒരു ഫർദർ എക്സ്റ്റൻഷൻ ഒരാഴ്ചയ്ക്കും കൂടി വരുമെന്ന് പറയുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ വിൽ സി. ആൻഡ് ബട്ട് ഞാൻ അപ്പോഴും ഒരു കാര്യമുള്ള, ചില ഫാക്കൽറ്റീസ് ലൈക്ക് ഈ വാക്സിനേഷൻ അത്രയും കേസസ് കുറയാതെ നേരിട്ട് വരില്ല. അവരുടെ ക്ലാസ്സസ് മിക്കവാറും ചിലപ്പോൾ അപ്പോൾ ഓൺലൈൻ തന്നെ നമുക്ക് വെക്കേണ്ടി വരും. റെസ്റ്റ് ഓഫ് ദ ഫാക്കൽറ്റീസ്, ബാക്കിയുള്ള നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിനുള്ള ഫാക്കൽറ്റീസ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കും. ഇപ്പം ഞങ്ങളുടെ തന്നെ 2 ഫാക്കൽറ്റീസ് ക്വാറന്റൈനിലാണ്, പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് വൈ വി കാൻ ടേക്ക് ദാറ്റ് സീരിയസ്ലി ആയിട്ട് തന്നെ ടേക്കപ്പ് ചെയ്യാം ആ കാര്യങ്ങൾ. അത് അത്രയും കുറഞ്ഞോട്ടെ.
ഒരു കൊല്ലം മൊത്തം ഉണ്ടാവും പറയുന്നില്ലല്ലോ. ഓക്കെ, we will assess the situation and update you of that offline class. Till then we have to be safer from our side. ഇനിയിപ്പോ എനിക്കോ ഭാവനയ്ക്കോ വേറെ ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ലൂസർ ഇസ് മീ ആൻഡ് യു ഓൺലി, നോട്ട് എനി അതർ പേഴ്സൺ. ബട്ട് നമ്മളല്ലാതെയും ക്ലാസ് എപ്പോഴും ഡിസ്ട്രക്ട് ആവുന്നില്ല, ഓൺലൈൻ പോയിക്കൊണ്ടേ ഇരിക്കുന്നല്ലോ. സോ വി ഷുഡ് ബി ഹാപ്പി റിഗാർഡിംഗ് ദ സെയിം. അവർ ക്ലാസ്സസ് ആർ നോട്ട് സ്റ്റോപ്ഡ് അറ്റ് എനി കോസ് ഓഫ് ടൈം. ഓക്കെ, yeah. So can I stop the class then for today? Friday will come up for ecology starting. Okay. Thank you. Thank you, sir.